ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചെന്നുള്ള പാട്ടാണ്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ പരികിൽ ഒരു സുഖവും മനഃശാന്തിയതും, ഇഹലോകമോ പരികിൽ ഒരു സുഖവും മനഃശാന്തിയതും, എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ ഇന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ, മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ, മറനേറിടുമ്പോൾ അപ്പനാഥനവൻ മറിച്ചാരി ഞാൻ ആശ്വസിക്കും. മറനേറിടുമ്പോൾ അപ്പനാഥനവൻ മറിച്ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്റെ ആയുസ്സിൻ ദിനമാകെ തന്റെ നാമമഹത്വത്തിനായി, എന്റെ ആയുസ്സിൻ ദിനമാകെ തന്റെ നാമമഹത്വത്തിനായി, ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് നമ്മളേവരും പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് ദൈവം അനുവദിച്ചു. എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ അനുഗ്രഹത്തിനായിട്ട് സഹോദരൻ ജോയ് തുടിയൻ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കും. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഈ നിലയിൽ കൂടി വരുവാൻ അവിടുന്ന് നൽകി തന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ ഇതുവരെയും കർത്താവിൻ്റെ അളവില്ലാത്ത അനുഗ്രഹം സാന്നിധ്യം അനുഭവിപ്പാൻ തക്കണം അവിടുന്ന് ഇടയാക്കി. അനേക വചനങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുവാൻ തക്കണം ഇടയായി തീർന്നു. ഞങ്ങൾക്ക് അത് ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ തക്കണം അവിടുന്ന് സഹായിക്കണം.
ഞങ്ങൾ ഈ ഫീബ കോൺഫറൻസിൽ കടന്നു വന്ന മുഖാന്തരം ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ഒരു പുതുക്കം പ്രാപിപ്പാൻ തക്കണം അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. കർത്താവ് അനേകർ പല സ്ഥലങ്ങളിൽ നിന്ന് ദൂരദേശങ്ങളിൽ നിന്നൊക്കെയും ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, കൂട്ടായ്മ ആചരിപ്പാൻ തക്കണം ഒക്കെയും അവിടുന്ന് സഹായിച്ച ഈ നല്ല സമയങ്ങൾക്കായിട്ടും ദിവസങ്ങൾക്കായിട്ടും ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളിപ്പോൾ അവിടുത്തെ സന്നിധിയിൽ പിന്നെയും ഇരിക്കുന്നു. ഗാനങ്ങളിൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണം, ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഈ പ്രോഗ്രാം നയിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. കർത്താവ് വേണ്ടുന്ന എല്ലാ കൃപയും സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് നൽകി സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കടന്നു വന്നത് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണം. അവിടുത്തെ നാമം മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദിയോട് സ്തോത്രം. യേശുക്രിസ്തു മുഖാന്തരം സകലം അപേക്ഷിക്കുന്നു. കൃപേണ്ട കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. 1825 ആരംഭിച്ച് 200 വർഷങ്ങൾ പിന്നിടുന്ന ബ്രദറൻ പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര വഴികളിലൂടെ ഒരു യാത്രയാണ് നമ്മളിന്ന് നടത്തുവാനായിട്ട് പോകുന്നത്. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? എന്താണ് അങ്ങനെ ഒരു തുടക്കത്തിന് കാരണമായത്? ഈ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ ഐസക് മണ്ണൂർ നമ്മളോട് വിവരിക്കുന്നതായിരിക്കും. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. തലമുറകളേറ്റുപാടിയ മനോഹരമായിരിക്കുന്ന ഒരു സങ്കീർത്തനാലാപകമങ്ങാണ്, സംഗീത സന്ധ്യയാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നും അമേരിക്കയിൽ കുടിയേറി പാർക്കുന്ന നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരുപാട് സഭാ ജീവിതാനുഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് വിസ്മരിച്ചുകൊണ്ടല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഈ നാളുകളിൽ നമ്മോട് ദൈവവചനം അറിയിച്ച് നമ്മെ നടത്തിയ നമ്മുടെ പിതാക്കന്മാർ, ഗാനരചയിതാക്കളെ സംഭാവന ചെയ്ത മലയാളക്കരയിലെ അനേക പ്രിയപ്പെട്ടവർ പാടി ആസ്വദിച്ച പാട്ടുകളാണ് ഗായക സംഘം ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. നാൾ വഴികൾ വ്യത്യസ്തങ്ങളായിരുന്നെങ്കിലും അവിടെയൊക്കെ കർത്താവിൻ്റെ പാദപീഠത്തിലിടും നമ്മളൊക്കെ ഏറ്റുപാടിയ ഗാനങ്ങളുടെ ആവർത്തനമാണ്. അത് വിരസത സൃഷ്ടിക്കില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രിയ ജിബു ഓർപ്പിച്ചതുപോലെ കേരളത്തിലും ഇന്ത്യയുടെ പുറത്തും ഒക്കെ ബ്രദറൻ പ്രസ്ഥാനം ഇന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ കഴിയും. അതിൻ്റെ ചരിത്ര വഴികളിലൂടെ ഉള്ള ഒരു യാത്രയാണ് ഈ സന്ധ്യയിൽ ഞങ്ങൾ ഒരുക്കുന്നത്. പ്രാർത്ഥനയോടുകൂടി നിങ്ങളിരിക്കണം എന്ന് ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 42-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. അതിൻ്റെ 47-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ വായിക്കുന്നത്: കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഈ മനോഹരമായിരിക്കുന്ന സത്യം ഉൾക്കൊണ്ട അനുഗ്രഹീതമായിരിക്കുന്ന ഒരു കൂടിവരവാണ് 1825 ഡബ്ലിനിൽ രൂപം കൊണ്ട ബ്രദറൻ പ്രസ്ഥാനം എന്ന് പറയാൻ കഴിയും. സഭയുടെ ആരംഭവും വളർച്ചയും നമുക്കറിയാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മളത് വായിക്കുന്നുണ്ട്. യെരുശലേമിലും യഹൂദിയയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവീനെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ വലിയ കൽപ്പനകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ശിഷ്യന്മാർ ഭൂലോകമൊക്കെയും കർത്താവിൻ്റെ വചനവുമായി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ സഭ വളരുന്ന സഭയായിരുന്നു. 1-ാം നൂറ്റാണ്ടിൻ്റെ സഭയുടെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നുണ്ട്. ആ വായനാനുഭവം, ആ പഠനം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്കൊരു ചരിത്രമുണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നത് എത്രയോ നന്നായിരിക്കും. നാം എവിടെ നിന്ന് വന്നു, നമ്മൾ എവിടെയൊക്കെയാണ് യാത്ര ചെയ്യുന്നത്, നമ്മൾ പിടിച്ചിരിക്കുന്ന മൂല്യങ്ങൾ എന്താണ്, ഈ അനുഗ്രഹീതമായിരിക്കുന്ന ഈ ശുശ്രൂഷകളുടെ ഭാഗവാക്കായി നമ്മൾ തീരുമ്പോൾ, ഇന്ന് രാവിലെയും
നമ്മൾ ചർച്ച ചെയ്തതും അത് മാത്രമാണ്. എന്തുകൊണ്ട് നമ്മുടെ ചിലരൊക്കെ ഈ പ്രസ്ഥാനം, ഈ പ്രവർത്തനം, ഈ ശുശ്രൂഷ വിട്ടുപോകുന്നു? വിവിധങ്ങളായ കാര്യങ്ങൾ ദേവദാസന്മാർ നമുക്ക് കേൾക്കുകയുണ്ടായി. ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ പീഡനത്തിൻ്റെ ചരിത്രമായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ കർത്താവ് പറഞ്ഞ വാക്കുകൾ ശിഷ്യന്മാർക്ക് പ്രചോദനം നൽകുകയുണ്ടായി. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന്. നൂറ്റാണ്ടുകൾ പലത് പിന്നിട്ടുവെങ്കിൽ തന്നെയും ഇന്നും പീഡനത്തിൻ്റെ കഥകൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ശിഷ്യന്മാരുടെ പ്രവർത്തനം, പ്രസംഗങ്ങൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ മൂലം അനേകർ ക്രിസ്തുമാർഗം സ്വീകരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അവരോട് ചേർന്ന് വന്ന വിശ്വാസികൾ ലോകത്തിന് കാട്ടിക്കൊടുത്ത അമൂല്യമായിരിക്കുന്ന പ്രമാണങ്ങൾ അനേകരെ ആകർഷിക്കുകയുണ്ടായി. പിൽക്കാലത്ത് പീഡനത്തിൽ നിന്നും ഒരു വിടുതൽ സഭയ്ക്ക് ലഭിച്ചുവെങ്കിലും കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച് നിർമ്മലമായ സത്യങ്ങളിൽ നിന്നും സഭ വ്യതിചലിച്ചു കൊണ്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സാധാരണക്കാരനെ എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത നിലയിൽ കേട്ടറിവ് മാത്രം സമ്പാദിച്ചുകൊണ്ട് വിശ്വാസികൾ മടങ്ങിപ്പോകുന്ന അവസ്ഥ, ദൂരെ നിന്ന് ആരാധന കണ്ട് മടങ്ങിപ്പോകുന്ന അവസ്ഥ, സാധാരണക്കാരൻ്റെ ആജ്ഞാനുവർത്തികളായിട്ട് ഇവർ മാറിക്കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആഗോള വ്യാപകമായി പുതിയ നിയമസത്യങ്ങൾ മൺമറഞ്ഞു പോയ കാലഘട്ടം. കേട്ടറിവ് മാത്രം അവശേഷിച്ചു. സാധാരണക്കാരന് വേദപുസ്തകം വായിക്കുവാനുള്ള നിർവാഹമില്ലായിരുന്നു. പള്ളികളിലും അരമനകളിലും ഓരം ചേർന്ന് മാറിപ്പോകാൻ മാത്രമുള്ള അവകാശം ലഭിച്ച സാധാരണക്കാരൻ, ഉന്നതങ്ങളിൽ പട്ടുമെത്തകളിൽ കഴിയുന്നവർക്ക് മാത്രം അവർ പറയുന്നത് മാത്രം കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് ജീവിച്ച ഒരു ആരാധിക്കുവാൻ കഴിയാതെ ദൂരവേ നിൽക്കുന്ന സമൂഹത്തെ നമുക്ക് ചരിത്രത്തിലൂടെ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. എന്നാൽ മാർട്ടിൻ ലൂതർ എന്ന വേദവിദ്യാർത്ഥിയുടെ വരവോടെ റിഫർമേഷൻ മൂവ്മെന്റിലൂടെ പുതിയ നിയമ നിർവചനങ്ങൾ രംഗപ്രവേശനം ചെയ്തു. പ്രോട്ടസ്റ്റന്റ് പ്രസ്ഥാനത്തിന്റെ നവീകരണ ആശയങ്ങളായിരിക്കുന്ന സ്ക്രിപ്ചർ അലോൺ, ഗ്രേസ് അലോൺ, ഫെയ്ത്ത് അലോൺ, ക്രൈസ്റ്റ് അലോൺ ആൻഡ് ഗോഡ് അലോൺ എന്നിവയിൽ അനേകർക്ക് ഒരു നൂതന ആശയങ്ങൾ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. വിശ്വാസത്തോടുകൂടി വിശ്വാസത്തിന്റെ നീതീകരണം എന്ന ശക്തമായ പഠിപ്പിക്കൽ ക്രൈസ്തവ മാർഗത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നു. വിശ്വാസത്താലുള്ള രക്ഷ. എന്നാൽ ശിഷ്യന്മാർ പഠിപ്പിച്ച മറ്റൊരു ഉപദേശ വിഷയങ്ങൾ അവർ ശ്രദ്ധിക്കാതെ പോയി. വിശ്വാസത്താലുള്ള നീതീകരണം മാത്രം മാർട്ടിൻ ലൂതർ പഠിപ്പിച്ചപ്പോൾ മറ്റു പല ആശയങ്ങളും അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാതെ വന്നു എന്നുള്ളത് കാണാൻ കഴിയും. എന്നാൽ 17ാം നൂറ്റാണ്ടിൽ ആനാബാപ്റ്റിസ്റ്റുകാർ പഠിപ്പിച്ച രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണമെന്നുള്ള ക്രൈസ്തവ ആദർശത്തിന് പ്രചാരം ലഭിക്കുകയുണ്ടായി. അങ്ങനെ രണ്ടാമത്, 1 വിശ്വാസത്താലുള്ള രക്ഷ, 2 രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണമെന്നുള്ള ആശയവും ക്രൈസ്തവ സമൂഹത്തിൽ കടന്നു വന്നു, ചരിത്രത്തിൽ കടന്നു വന്നായി കാണാൻ കഴിയും. 3ാമതായി സഭാ ചരിത്രത്തിൽ നടന്ന അതിപ്രധാനമായൊരു സംഭവമായിരുന്നു 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞ് അപ്പം നുറുക്കി കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് ഓർമ്മിച്ച് അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്ന ആവശ്യം ഹൃദയങ്ങളിൽ തോന്നുകയും 1825 ഇംഗ്ലണ്ടിലെ ഡബ്ലിനിൽ 2 പേർ മാത്രം കൂടി വന്ന് അപ്പം നുറുക്കി കർത്താവിനെ ആരാധിച്ചു. ഇതാണ് ലോക ബ്രദറൻ പ്രസ്ഥാനത്തിൻ്റെ ആരംഭ ചരിത്രം എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന് HI അയൺസൈഡിൻ്റെ പുസ്തകത്തിൽ പറയുന്ന അഭിപ്രായത്തിൽ 1825 2 or 3 പേർ ദൈവനാമത്തിൽ അയർലൻഡിലെ ഡബ്ലിനിൽ ആരംഭിച്ച ചെറിയ തുടക്കം എഡ്വേർഡ് ക്രോണിൻ്റെ ഭവനത്തിലായിരുന്നു അന്ന് ഒത്തുകൂടിയത്. മറ്റൊരാൾ എഡ്വേർഡ് വിൽസൺ എന്ന ദൈവദാസനുമായിരുന്നു. പിന്നീട് ഫ്രാൻസിസ് ഹച്ചിൻസൺ എന്ന ധനാട്ടിനും ഇവരോടൊപ്പം ചേർന്ന് ക്രമേണ ഈ കൂട്ടത്തിലേക്ക് G. ബെലറ്റ്, ജോൺ നെൽസൺ ഡാർബി, ആന്റണി നോറിസ് ഗ്രോസ്, വില്യം സ്റ്റോക്സ്, ജോൺ വി പാർണർ എന്നീ ദൈവദാസന്മാർ അവരുടെ സഹപ്രവർത്തകരായിരുന്നു എന്ന് കാണാൻ കഴിയും. ഈ പ്രവർത്തനം അവിടം കൊണ്ട് ഒതുങ്ങിയില്ല. കാലാന്തരങ്ങളിൽ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് ജിബു നമുക്കൊരു വലിയ സത്യം തന്നെയാണ്. അങ്ങനെയാണ് ബ്രദറൻ സഭ ചരിത്രം ഇവിടെ തിരശ്ശീല ഉയരുന്നത്, ആരംഭിക്കുന്നത് എന്ന് കാണാൻ കഴിയും. 2 ദൈവദാസന്മാരിൽ നിന്ന് ആരംഭിച്ച ഒരു പ്രവർത്തനമായിരുന്നു അതിൻ്റെ തുടക്കം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം
സ്നാനം, തിരുവത്താഴം എന്നീ സത്യങ്ങളിലേക്കുള്ളൊരു മടങ്ങി വരവ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിന് ഈ സഹോദര പ്രസ്ഥാനം അല്ലെങ്കിൽ ബ്രദറൻ എന്നുള്ള പേര് വരാൻ കാരണം? ഡബ്ലിനിൽ ആരംഭിച്ച ഈ പ്രവർത്തനം ഇംഗ്ലണ്ടിലെ പ്ലിമത്തിലെ ആരംഭവും 1831 എന്ന് ചരിത്രം നമുക്ക് വായിക്കുവാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്തുകൊണ്ട് ജിബുവിൻ്റെ ചോദ്യം എന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. അത് യഥാർത്ഥത്തിൽ അവരുടെ സ്നേഹവും ഐക്യതയും സന്തോഷവും കണ്ട് മറ്റുള്ളവർ വിളിച്ച പേരാണ് സഹോദരന്മാർ എന്നുള്ളത്. വേദപുസ്തകത്തിൽ 133 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവും. തുടക്കം അവിടെയായിരുന്നു. സാഹോദര്യത്തിൻ്റെ പുത്തൻ പാട്ടുകളാണ് അവർ പാടിയത്. അത് മറ്റുള്ളവർ കണ്ട് അവരെ വിളിച്ച പേരാണ് ബ്രദറൻ അല്ലെങ്കിൽ സഹോദരന്മാർ. ബ്രദറൻ എന്നുള്ള പേര് നമ്മളെടുത്ത പേരല്ല, അത് മറ്റുള്ളവർ തന്ന പേരാണ്. ചെറിയൻ സാർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എത്ര ശുഭം എത്ര മോഹനം സോദരർ ഒത്തുവസിപ്പതോർത്താൽ. നമുക്ക് ഗാനം ഒന്ന് ചേർന്ന് പാടാം. ഗായക സംഘം പാടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആ സ്നേഹം ഒരുമിച്ച് പങ്കിട്ടുകൊണ്ട് ആ ഗാനം പാടാം. എത്ര ശുഭം എത്ര മോഹനം സോദരരൊത്തുവസിപ്പതോർത്താൽ. ആഹാ, എത്ര ശുഭം എത്ര മോഹനം സോദരരൊത്തുവസിപ്പതോർത്താൽ. ആഹാ, സിയോൻ ഗിരിയാതിൽ പ്രിയുന്ന മഞ്ഞുപോൽ എത്ര മനോഹരമേ. ആഹാ, സിയോൻ ഗിരിയാതിൽ പ്രിയുന്ന മഞ്ഞുപോൽ എത്ര മനോഹരമേ. ആഹാ, എത്ര ശുഭം എത്ര മോഹനം സോദരരൊത്തുവസിപ്പതോർത്താൽ. ഏകപിതാവിന്റെ മക്കൾ നാം യേശുവിൽ ഏകാവകാശികൾ നാം. ആഹാ, ഏകപിതാവിന്റെ മക്കൾ നാം യേശുവിൽ ഏകാവകാശികൾ നാം. ആഹാ, ഏകാത്മസ്ഥാനത്താൽ ഏക ശരീരത്തിൽ അംഗങ്ങളായവർ നാം. ആഹാ, ഏകാത്മസ്ഥാനത്താൽ ഏക ശരീരത്തിൽ അംഗങ്ങളായവർ നാം. ആഹാ, എത്ര ശുഭം എത്ര മോഹനം സോദരൻ ഒത്തുവസിപ്പതോർത്താൽ. ക്രിസ്തുവിൽ നിസ്തുല സ്നേഹച്ചരടതിൽ ഓർത്തുള്ള മുത്തുകൾ നാം. ആഹാ, ക്രിസ്തുവിൽ നിസ്തുല സ്നേഹച്ചരടതിൽ ഓർത്തുള്ള മുത്തുകൾ നാം. ആഹാ, മൃത്യുവോ ജീവനോ ഒന്നുമേ നമ്മെ വേർപെടുത്താവതല്ല. ആഹാ, മൃത്യുവോ ജീവനോ ഒന്നുമേ നമ്മെ വേർപെടുത്താവതല്ല. ആഹാ, എത്ര ശുഭം എത്ര മോഹനം സോദരൻ ഒത്തുവസിപ്പതോർത്താൽ. ക്രിസ്തുവിൻ നിസ്തുല സ്നേഹ ചരടതിൽ കോർത്തുള്ള മുത്തുകൾ നാം. ഈ കൂടിവരവിൻ്റെ ഈ കൂട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ കോർത്തിണക്കപ്പെട്ട ഒരു കൂട്ടമാണ്. ഐസക് ചാനോട് എൻ്റെ ഒരു ചോദ്യം, അവിടെ ഡബ്ലിനിൽ തുടങ്ങി പിന്നീട് പ്ലിമത്തിൽ തുടങ്ങി, എങ്ങനെയാണ് ഇത് ലോകം എമ്പാടും വ്യാപിക്കുവാനിട വന്നത്? സാറേ, അതിനൊരല്പ സമയം കൂടെ എനിക്ക് തരണം. ഓക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഡബ്ലിനിൽ ഈ സംഘത്തിൻ്റെ അംഗങ്ങൾ ആരായിരുന്നു എന്നുള്ളതും അവർ ആരൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ട് വരുന്നല്ലോ. 1831 പ്ലിമത്തിലെ ബ്രദറൻ പ്രസ്ഥാനത്തിൻ്റെ ആരംഭം എന്ന ചരിത്രം പറയുന്നു. ബെഞ്ചമിൻ വിൽസ് ന്യൂട്ടൺ, G.V. വിഗ്രാം,
ക്യാപ്റ്റൻ പേഴ്സി ഫ്രാൻസിസ് ഹാൾ എന്നിവരായിരുന്നു ഇതിൻ്റെ പ്രവർത്തകർ. ആദ്യ നാളുകളിൽ തന്നെ GB വിഗ്രഹം ഒഴിഞ്ഞു കിടന്നൊരു ചാപ്പൽ കെട്ടിടം വിലയ്ക്ക് വാങ്ങി അതിൻ്റെ പേർ പ്രൊവിഡൻഷ്യൽ ചാപ്പൽ എന്നാക്കി മാറ്റി അവിടെ അപ്പം നുറുക്കലിനും സുവിശേഷ പ്രവേശനങ്ങൾക്കും സമ്മേളിക്കുവാൻ തുടങ്ങി. അങ്ങനെ ആദ്യ സമ്മേളനത്തിൽ 12 പേരാണ് ഒരുമിച്ച് ചേർന്നതെന്ന് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നു. ബെഞ്ചമിൻ ന്യൂട്ടനും ഡബ്ലിനിലെ JN ഡാർബിയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പരിചയക്കാരായിരുന്നു. അതിനാൽ ന്യൂട്ടൺ ഡാർബിയെ പ്രൊവിഡൻസ് ചാപ്പൽ വചനപ്രഘോഷണത്തിനായി കൊണ്ടുവരികയും അനേകരെ സ്വാധീനിക്കുകയും അവർ പ്രാർത്ഥനയ്ക്കും വചനക്കേൾവിക്കുമായി ചാപ്പൽ വരുവാൻ തുടങ്ങി. അങ്ങനെ 1832 ആയപ്പോഴേക്കും പ്ലിമത്തിലെ ചാപ്പലിൽ സമ്മേളിക്കുന്നവരുടെ എണ്ണം 1200-ൽ പരം പേർ ആയി കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സഭ വളരുന്ന സഭയായി തീർന്നു. ഇവരുടെ സ്നേഹവും ഐക്യതയും കണ്ട് അവിടെ നിന്ന് പ്രവർത്തനം മുൻപോട്ട് പോകുന്നതായിട്ട് കാണാം. ചോദിച്ചത് മറ്റു സ്ഥലങ്ങളിലേക്ക് എങ്ങനെ വ്യാപിച്ചു എന്നുള്ളതാണോ? അതെ. ഈ സന്ദർഭങ്ങളിലെല്ലാം ഒരു സഭാനാമം സ്വീകരിച്ച് ഒരു സഭാവിഭാഗമായിട്ട് അറിയപ്പെടുന്നതിന് ആദ്യകാല ബ്രദറിന് താല്പര്യപ്പെട്ടിരുന്നില്ല. നമ്മുടെ പിതാക്കന്മാരും അങ്ങനെ തന്നെയായിരുന്നു കേരളത്തിൽ. ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അവർക്കും കിട്ടിയത് എന്താ? മറ്റുള്ളവർ വിളിച്ച പേരാണ് വേർപാടുകാർ. ബ്രദറുകാരെന്ന് മറ്റുള്ളവർ എങ്ങനെ വിളിച്ചോ, അല്ലെങ്കിൽ അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികൾക്ക് മറ്റുള്ളവർ ശിഷ്യന്മാർക്ക് പേര് കിട്ടിയോ, അതേ രീതിയിൽ തന്നെയാണ് ആദ്യകാല വിശ്വാസികൾക്ക് ലഭിച്ച അനുഗ്രഹീതമായിരിക്കുന്ന വിളിപ്പേര് എന്ന് കാണാൻ കഴിയും. ഒരു സഭാവിഭാഗമായിട്ട് അറിയപ്പെടുന്നതിന് ആദ്യകാല ബ്രദറിന് താല്പര്യപ്പെട്ടിരുന്നില്ല എന്ന് കാണാൻ കഴിയും. പ്ലിമത്ത് സഭയിൽ നിന്നും സുവിശേഷകന്മാരും ഉപദേഷ്ടാക്കന്മാരും അനുദിനം സമീപ പ്രദേശങ്ങൾക്ക് പ്രവഹിച്ചു കൊണ്ടിരുന്നു. അവരെ അവിടുത്തെ ജനങ്ങൾ പ്ലിമത്തിൽ നിന്നുള്ള സഹോദരങ്ങൾ എന്നാണ് പരാമർശിച്ചത്, അല്ലാതെ ഒരു സഭാനാമത്തിലായിരുന്നില്ല അറിയപ്പെട്ടിരുന്നതെന്നാണ് ചരിത്രം പറയുന്നത്. പിന്നീട് പ്ലിമത്ത് ബ്രദർ എന്ന പേരിൽ ഈ സഹോദര സംഘം അറിയാൻ തുടങ്ങി. പൊതുവെ സഹോദര സംഘത്തിന് ഈ പേരിൽ അറിയപ്പെടുവാൻ താല്പര്യമില്ലാതിരുന്നെങ്കിലും ഇംഗ്ലണ്ടിലും മറ്റും ആ പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ചുരുക്കത്തിൽ ബ്രദറൻ എന്നത് ഒരു സഭാനാമമായി മാറുകയുണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയും. ജോർജ് 1832 ബെദേസ്ത എന്ന് പറയുന്ന ഒരു ചാപ്പലിൽ ജോർജ് മുള്ളർ വാടകയ്ക്കെടുത്ത് ജൂൺ 6 അത് സുവിശേഷ പ്രഭാഷണം ആരംഭിച്ചു. ഈ ചരിത്രമായതുകൊണ്ട് അല്പം നീണ്ടുപോകുന്നു. അപ്പോൾ അധികം താമസിയാതെ അവിടെ പ്രാർത്ഥനയ്ക്കും വചനശുശ്രൂഷ കേൾവിക്കുമായി 100 കണക്കിന് ആളുകൾ എത്തിച്ചേർന്നു. 1835 ആഗസ്റ്റ് 17 ഞായറാഴ്ച ബെദേസ്തായിൽ മുള്ളർ ഉൾപ്പെടെ 7 പേർ ചെന്ന് അപ്പം നുറുക്കൽ ആരംഭിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് 1400 പേർ വന്നു ചേരുന്ന സഭയായി അത് വളർന്നു വന്നത് കാണാൻ കഴിയും. പിന്നീട് നമ്മൾ ബെസ്റ്റോളിലെ ജോർജ് മുള്ളർ എന്നാണ് ലോകം ആദരിക്കുന്ന ജോർജ് മുള്ളറിനെ അറിയാൻ ഇടയായി തീർന്നത്. അതിനുശേഷം ഇംഗ്ലണ്ടിലെ ബിസ്റ്റോൾ സഭയുമായി അടുപ്പമുണ്ടായിരുന്ന നേവി ഓഫീസറായിരുന്ന ലിയനോഡാർ സ്ട്രിങ്ങിലൂടെ ബ്രദർ പ്രസ്ഥാനം 1840 വെസ്റ്റ് ഇൻഡീസിലെത്തുവാനിടയായി തീർന്നു. ജോൺ ഖേർക്ക് എന്ന ദൈവദാസനിലൂടെ 1847 ഏപ്രിൽ 9 സ്കോട്ട്ലൻഡിൽ ഇതാരംഭിച്ചു. ബിസിനസ് ആവശ്യമായി പോയ ചിലരിലൂടെ 1850 ബ്രദർ പ്രസ്ഥാനം സൗത്ത് ആഫ്രിക്കയിൽ ആരംഭിച്ചു. 1869 മുതൽ സ്പെയിനിൽ ബ്രദർ സഭകൾ രൂപം കൊണ്ടു. അയർലൻഡിൽ നിന്നും ചെന്നവരായിരുന്നു ഇതിൻ്റെ മുഖാന്തരമായി തീർന്നത്. 1831 അമേരിക്കയിലെ ന്യൂയോർക്കിൽ റിച്ചാർഡ് ഓവൻ എന്ന ബ്രദർ മിഷനിലൂടെ സഭകൾ ആരംഭിക്കപ്പെട്ടു. കാനഡയിൽ സഭകൾ ആരംഭിച്ചത് 1876 അതേ വർഷം തന്നെ ഇറ്റലിയിലും സഭാരൂപീകരണം നടന്നു. ന്യൂസിലൻഡിലെ ബ്രദർ പ്രസ്ഥാനത്തിൻ്റെ ആരംഭവും വളർച്ചയും 1876 1876 അമേരിക്കയിലെ ചിക്കാഗോയിൽ ഈ പ്രവർത്തനം ആരംഭിച്ചു. 1879 ബ്രദർ പ്രസ്ഥാനം ശ്രീലങ്കയിൽ ആരംഭിച്ചു. 1900 റൂമേനിയയിലും 904 ചെക്കോസ്ലോവേക്കിയയിലും ഈ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി. ഇതാണ് ആദ്യകാലങ്ങളിൽ യൂറോപ്പിലും ആഫ്രിക്കയിലും വെസ്റ്റ് ഇൻഡീസിലും ബ്രദറൻ സഭകൾ രൂപപ്പെടുവാൻ ഇടയായിത്തീർന്ന ചുരുക്കമായിരിക്കുന്ന ചരിത്രം. അപ്പം 1825 മുതൽ 1900 വരെ കൊണ്ട് ലോകത്തിലുള്ള മിക്ക രാജ്യങ്ങളിലേക്കും ഇത് വ്യാപിച്ചു. എൻ്റെ ചോദ്യം, അപ്പോൾ ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് വന്നത്? ഇന്ത്യയിലേക്ക് വന്നത് അതിൻ്റെ ഒരു ബ്രദറൻ സഭകളുടെ രൂപീകരണം ഒക്കെ അതുകൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവിടുത്തെ പത്രമാസികളിലൊക്കെ ഇത്രയും സഭാവിശ്വാസികളൊക്കെ വളർന്നു വരുന്ന കണ്ടപ്പോൾ അതൊരു വലിയ പ്രസ്ഥാനമായിട്ട് മാറിയപ്പോൾ ജനങ്ങൾ അതിനെ ആകർഷിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്.
ജിബിയുടെ ചോദ്യം ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് എത്താൻ കഴിഞ്ഞത്? അതെ. അപ്പോൾ ഇംഗ്ലണ്ടിലെ വളർച്ചയൊക്കെ ഞാൻ പറഞ്ഞില്ല, അതൊന്നും എനിക്ക് കേൾക്കണ്ടല്ലോ, ആവശ്യമില്ല അല്ലേ? ഓക്കെ. ഈ സഭയ്ക്കുള്ള ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നുറുക്കൽ മാത്രമായിരുന്നില്ല, സുവിശേഷം അറിയിക്കുന്നതിനുള്ള പ്രാധാന്യം അവർ കൊടുത്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഓക്കെ. അയർലൻഡിൽ നിന്ന് വന്ന മിഷണറി ആന്റണി നോറിസ് ഗ്രോവിലൂടെയാണ് 1833 ബ്രദറൻ പ്രസ്ഥാനം ഭാരതത്തിലെ ആന്ധ്രാപ്രദേശിൽ എത്തിച്ചേർന്നത്. അതിന് മുഖാന്തരമായി തീർന്ന ദൈവദാസനാണ് ആന്റണി നോറിസ് ഗ്രോവ്സ്. ആന്ധ്രാപ്രദേശിൽ എത്തിച്ചേർന്ന ഈ മിഷണറിമാരെ വില്യം ബ്രൗഡൻ, ജോർജ് ബിയർ, ജോൺ വി പാർണർ എന്നിവരായിരുന്നു ഗ്രോവ്സിന്റെ സഹപ്രവർത്തകർ. ആന്ധ്രാപ്രദേശ് കൂടാതെ ബീഹാർ, കർണാടക എന്നിവിടങ്ങളിലും അദ്ദേഹം സഭകൾ സ്ഥാപിച്ചു. നോറിസ് ഗ്രോവ്സിന്റെ ശിഷ്യനും പിന്നീട് സഹപ്രവർത്തകനുമായ ജോൺ ക്രിസ്റ്റ്യൻ അർലപ്പനയുടെ തമിഴ്നാട്ടിൽ ബ്രദറൻ പ്രസ്ഥാനത്തിന് വരവേൽപ്പ് ആയി. തിരുനെൽവേലി ജില്ലയിലായിരുന്നു അദ്ദേഹം കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചത്. 30ഓളം സഭകൾ അവിടെയായി സ്ഥാപിക്കപ്പെടുകയുണ്ടായി. പിന്നീട് മിഷണറിമാരായ ടി മെയ്നാർ, ഹാർലി ബേഡ് എന്നിവരും തമിഴ്നാട്ടിൽ സഭകൾ സ്ഥാപിക്കുവാൻ എത്തിച്ചു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ ബ്രദറൻ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ തമിഴ്നാട്ടിൽ പ്രവർത്തനം ആരംഭിക്കുവാനിടയായി തീർന്നു. അരുളപ്പൻ സ്ഥാപിച്ച ക്രിസ്ത്യൻ പേട്ടയിലൂടെ സ്ഥാപിച്ച 30-ൽ പരം സഭകൾ, അതിൽ ഇന്ത്യയിലെ തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സഭയാണ് അരുളാച്ചിയിലുള്ള ഒരു വലിയ ബ്രദറൻ സഭ എന്ന് പറയുന്നത്. തിങ്ങി നിറഞ്ഞിരിക്കുന്ന കുടിവരവാണ് ആ സഭയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ പലവട്ടം പോകുവാൻ എനിക്കിടയായി തീർന്നിട്ടുണ്ട്. അവിടെ ദൈവാനുശുശ്രൂഷ ചെയ്യുവാനിടയായി തീർന്നിട്ടുണ്ട്. നാമൊക്കെ കേരളത്തിൽ നിന്നവരാണല്ലോ. അമ്പലങ്ങളുടെ നാട്ടിലാണ് നമ്മൾ ജനിച്ചതും വളർന്നതുമൊക്കെ. ഹൈന്ദവ ക്ഷേത്രങ്ങൾ രാവിലെ നമ്മളെ എതിരേൽക്കുന്ന ഗാനമെന്ന് പറയുന്നത് ഈ അമ്പലത്തിൽ നിന്ന് കേട്ട ഗാനങ്ങളാണ്. നമുക്കറിയാൻ കഴിയും. നമ്മൾ കേട്ട് പതിഞ്ഞ അനേക ഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അമ്പലങ്ങളിൽ നിന്ന്. എന്നാൽ ഈ അരുളാച്ചി ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അരുളാച്ചിയിലുള്ള ജനങ്ങൾ കേൾക്കുന്ന പാട്ട് എന്ന് പറയുന്നത് അവിടെയുള്ള വലിയ സഭാഹോളിൽ നിന്നും മുഴങ്ങുന്ന ക്രിസ്തീയ പാട്ടുകളാണ്. ഒരു ഗ്രാമം മൊത്തവും ക്രിസ്തീയ കുടുംബങ്ങളാണ്, ചെറിയ ചെറിയ വീടുകൾ. ആ വീടുകളിലെല്ലാം താമസിക്കുന്ന ക്രിസ്ത്യാനികളാണ്. ഈ പള്ളിയിൽ മണിയടിക്കുമ്പോൾ ഇവരെല്ലാം വരും പ്രാർത്ഥനയ്ക്കായിട്ട്. അങ്ങനെ ക്രിസ്ത്യൻ അള്ളപ്പൻ അദ്ദേഹം സ്ഥാപിച്ച സഭകളാണ് തമിഴ്നാട്ടിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിൽ ബ്രദറൻ പ്രസ്ഥാനം ആരംഭിച്ചതും രൂപപ്പെട്ടതും അതിന് 3 ഘടകങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാതിരിക്കുവാൻ നിവർത്തിയില്ല. ഒന്ന്, അതിനു മുമ്പ് ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമുക്ക് ആൻ്റണി നോറിസ് ഗ്രോവ്സ് എന്ന് പറഞ്ഞ പേര് നമുക്ക് മറക്കുവാനായിട്ട് കഴിയില്ല അല്ലേ? കാരണം ഇന്ത്യയിലേക്ക് മിഷണറി പ്രവർത്തനവുമായി വന്ന ആദ്യ ബ്രദറൻ മിഷണറി എന്നുള്ള പേര് അദ്ദേഹത്തിനുള്ളതാണ്. മാത്രമല്ല ജോൺ അരുളപ്പൻ എന്നുള്ള ആ പേരും നമുക്ക് വിസ്മരിക്കുവാൻ കഴിയില്ല. അതിനുശേഷമാണ് കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കേരളത്തിലെ ചരിത്രം പറയുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം, ഇന്നിപ്പം നമ്മൾ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം എന്ന് പറയുമ്പം കീബോർഡ്, ഡ്രംസ്, ഗിറ്റാർ, ബേസ് ഗിറ്റാർ എല്ലാം വെച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ സുവിശേഷീകരണത്തിനായിട്ട് ഗാനങ്ങൾ ആലപിക്കുന്നത്. എന്നാൽ അന്നത്തെ കാലത്ത് ഈ ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലത്താണ് സുവിശേഷീകരണം അന്ന് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് എങ്ങനെയായിരിക്കും അവർ ഈ പ്രവർത്തനങ്ങൾ ചെയ്തു പോകുന്നത്? അന്നത്തെ യാത്ര തന്നെ വളരെ ദുരിതം പിടിച്ച യാത്രയായിരുന്നു. നമുക്കറിയാൻ കഴിയില്ല, കാളവണ്ടിയിലുമൊക്കെയാണല്ലോ അവർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആ നിലയിൽ പോയിരുന്നവർ അന്ന് ഉച്ചഭാഷണികൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അന്ന് ഇവിടെ ഇരിക്കുന്ന പഴയ തലമുറയ്ക്കോ കേരളത്തിൽ ജീവിച്ചവർക്കോ അറിയാം, അന്നത്തെ കൺവെൻഷൻ്റെ അടിയിൽ, നോട്ടീസിൻ്റെ അടിയിൽ ഒരു കുറിപ്പുണ്ടായിരുന്നു, ഇന്ന് ഉച്ചഭാഷണി ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ളത്. കൺവെൻഷൻ്റെ നോട്ടീസിലുള്ള ഒരു പദപ്രയോഗമാണ് ഉച്ചഭാഷണി ഉണ്ടായിരിക്കുന്നതായിരിക്കും എന്നുള്ളത്. അപ്പോൾ അന്ന് ഉച്ചഭാഷണി ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ പരസ്യയോഗങ്ങളിലൂടെയാണ് സുവിശേഷം അറിയിക്കുവാനിടയായി തീർന്നത്. ആ പരസ്യയോഗത്തിന് മൈക്കില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഒരാൾ ഏറ്റുപറയുന്ന രീതിയായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. അങ്ങനെയുള്ള പരസ്യയോഗങ്ങൾ നമുക്കൊന്ന് കേട്ടാലോ ജിബു? ആ ഒരു പരസ്യത്തിന് വേണ്ടി നമ്മുടെ സഹോദരന്മാർ വന്നിട്ടുണ്ട്. അവർ ആ പരസ്യയോഗം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ നമുക്ക് കാണാം എന്നുള്ളതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്.
നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളെ ദൂരെയും അകലെയുമായി നിന്ന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിലെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ നിലയിൽ ഇവിടെ കൂടുവാനായിട്ട്, സത്യസുവിശേഷം അറിയിപ്പാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ച വലിയ കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. മഹത്വമുള്ള ഞങ്ങളുടെ സ്വർഗ്ഗപിതാവാം ദൈവമേ, ഈ നല്ല സമയത്തിനടിങ്ങ് സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സത്യവചനവുമായിട്ട് ഇന്ന് പൽക്കാലം ഈ പ്രദേശത്ത് വരുവാനായിട്ട് അങ്ങ് ഉയർത്തിപ്പാനായിട്ട് ഞങ്ങളെ അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു. മാനം തിരുമേടുത്താട്ടെ എല്ലാം മത്തപ്പെടുത്ത് മാറാട്ടെ. കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഹൂസ്റ്റൺ കരയിലെ ദൂരത്തും അകലെയുമായി ഞങ്ങൾ ശ്രമിക്കുന്ന ഹ്യൂസ്റ്റൺ ദേശത്തെ ദേശനിവാസികൾക്ക് ക്രിസ്തുയേശുവിന്റെ നാമത്തിലെ സ്നേഹാഭിവാദനങ്ങൾ. ഹ്യൂസ്റ്റൺ കരയിലെ മണ്ണിൽ നിന്നുകൊണ്ട് പിതാക്കന്മാരാണ് ഞങ്ങളുടെ വായിക്ക് നല്ല ശബ്ദമുണ്ട്. അതുകൊണ്ട് ഇന്ന് ദൈവനാമത്തിൽ ഞങ്ങളുടെ ശബ്ദമുയർത്തിക്കൊണ്ട് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉയർത്തി പറയുകയാണ്. ഹൂസ്റ്റൺ കരയിലുള്ള മണ്ണിൽ നിന്നുകൊണ്ട് ലോക ചരിത്രത്തെ മാറ്റിമറിച്ച മാനവകുലത്തിന്റെ രക്ഷകനായ ഞങ്ങളുടെ പ്രാണന്റെ ഉടയവനായ യേശുനാഥന്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളുടെ ചരിത്രത്തെ മാറ്റുവാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന, നിങ്ങളുടെ മരണഭയം മാറ്റി ജീവൻ നൽകുവാൻ കഴിയുന്ന ദൈവസ്നേഹത്തിന്റെ ശങ്കുലിയായി മാറട്ടെ. മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം പാപമാണ്. ബൈബിൾ പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ഓ നീതിമാനാരുമില്ല, ഒരുത്തൻ പോലുമില്ല. മനുഷ്യനെല്ലാവരും പാപത്തിൽ മുങ്ങി രക്ഷ നേടുവാൻ പല മാർഗങ്ങളും ശ്രമിച്ചിട്ടും അവർ പരാജയപ്പെടുമ്പോൾ ഇതാ ഞങ്ങൾ നിങ്ങൾക്കൊരു രക്ഷാനായകനെ പരിചയപ്പെടുത്തുകയാണ്. 2025 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യവേഷം ധരിച്ച് നമ്മുടെ ഇടയിൽ കൃപയും സത്യവും നിറഞ്ഞവനായി ജീവിച്ച നസ്രനായ ക്രിസ്തുയേശു തന്നെ. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ഓ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. അവൻ പറഞ്ഞു ഓ കാലം തികഞ്ഞു, ഓ ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ സാന്ദ്രപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അല്ലല്ല അനുസാന്ദ്രപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ഓ യോഹന്നാൻ പറയുന്നു കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ഓ ദൈവത്തിന്റെ കുഞ്ഞാട് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. എന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും ഓ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഓ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം സ്നേഹിച്ചു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഓ ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു.
അനുഗ്രഹകരമായി തീരുമാറാകട്ടെ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, ഞങ്ങൾ ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ജനം കേട്ട് നിന്റെ വചനം കേട്ട് നിന്നെ അനുസരിപ്പാൻ തക്കണം കാരണമാകുമാറാകണമേ. മാനസാന്തരത്തിന്റെ ഒരു അനുഭവം കർത്താവേ നീ അവിടുന്ന് കൊടുക്കുമാറാകണമേ. ക്രിസ്തുയേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ. കാലമെല്ലാം കഴിയും, ഇതു കാണുന്നതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇതു കാണുന്നതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നിത്യതയിൽ മറയും. ഓ, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നൂറിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്ന സുവിശേഷീകരണ യോഗങ്ങളുടെ ഒരു നല്ല മാതൃകയാണ് നമ്മൾ കണ്ടത്. നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇത് കാണുവാനായിട്ട് കഴിയില്ല. നമുക്കറിയാം, മൈക്കില്ലാതെ എങ്ങനെയാണ് ഇത്രയും പേര് കേൾക്കത്തക്കവണ്ണം അവർ വിളിച്ചു പറഞ്ഞത് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കുവാനിടയായി തീർന്നു. എന്നാൽ ഈ നിലയിൽ കർത്താവിനെ സ്വീകരിക്കുകയും കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത അനേകർക്കും അവരുടെ വീടും കൂടും ഒക്കെ വിട്ട് പോകേണ്ടതായി വന്നു. കാരണം ആരും അവരെ അംഗീകരിക്കാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ KV ചേറു എന്ന് പറയുന്ന ദേവദാസൻ ഇപ്രകാരം എഴുതി: കൂട്ടം വെറുത്തു, കുലവും വെറുത്തന്നെ, കൂട്ടുകാരും വെറുത്തു, എന്നാൽ കൂട്ടായി തീർന്നെൻ്റെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വിട. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമായിരുന്നു. താൻ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനെ പിൻപറ്റി എന്നുള്ള ഏക കാരണത്താൽ തൻ്റെ വീട്ടുകാർ, കൂട്ടുകാർ എല്ലാം അവനെ വെറുക്കുവാനായിട്ടിടയായി തീർന്നു. ആ ഗാനം നമുക്കൊന്ന് ശ്രവിക്കാം. കൂട്ടം വെറുത്തു, കുലവും വെറുത്തന്നെ, കൂട്ടുകാരും വെറുത്തു, എന്നാൽ കൂട്ടായി തീർന്നെൻ്റെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വിടാ. കൂട്ടായി തീർന്നെൻ്റെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വിടാ. ഇത്രയിൽ എന്നെ ഇത്രമേ സ്നേഹിപ്പാൻ ഇതുള്ളൂ ഞാനപ്പനേ. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഒരു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഒരു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. നമ്മൾ ഇന്ത്യയിലെ ബ്രദറൻ പ്രസ്ഥാനത്തിൻ്റെ തുടക്കമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു, കേരളത്തിൽ ഈ ശുശ്രൂഷ തുടങ്ങിയിട്ട് ഏകദേശം 100-ൽ പരം വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ 1899 അല്ലേ ആണ് തുടക്കം ആയിത്തീർന്നത്. എന്തായിരുന്നു ആ തുടക്കത്തിൻ്റെ കാരണം? എവിടെയായിരുന്നു ആ തുടക്കം? അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലായിരുന്നു. മധ്യ തിരുവിതാംകൂറിലെ കുമ്പനാട്ടാണ് ഈ പ്രവർത്തനം ആദ്യമായി ആരംഭിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. വിദേശ മിഷണറിമാരുടെ അറിവോ പ്രേരണയോ സാന്നിധ്യമോ ഇല്ലാതെ തികച്ചും പ്രാദേശികമായ നിലയിൽ പി മാമൻ കശീശ അല്ലെങ്കിൽ കുമ്പനാട്ടച്ചനും സമാന ചിന്താധികാരിമായ ചിലരും ചേർന്ന് 1899 മാർച്ച് 19 കുമ്പനാട് കുറ്റിയിൽ മത്തായി സഹോദരൻ്റെ വീട്ടുവരാന്തയിൽ അവർ 4 പേര് കൂടി വന്ന് അപ്പം നുറുക്കിയും കൂട്ടായ്മ ആചരിച്ചും പോന്നു. അങ്ങനെയാണ് കേരളത്തിലെ ബ്രദറൻ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവം എന്ന് കാണാൻ കഴിയും. ആ കുടുംബത്തിൽപ്പെട്ട പലരുമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അടുത്ത പുതിയ തലമുറകൾ, പഴയ തലമുറകളിൽ ഇവിടെ പ്പെട്ട പലരും, ഈ അവരുടെ കുടുംബ പശ്ചാത്തലത്തിൽപ്പെട്ട പലരും ഇവിടെ ഇരിപ്പുണ്ട് എന്നുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ആ തലമുറകളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. മനസ്സിലായല്ലോ ജിബിയുടെ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് ഞാൻ കരുതുകയാണ്. എന്നാൽ ആ സമയത്ത് തന്നെ കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചതായിട്ട് കേൾക്കുന്നുണ്ട്. അതെങ്ങനെയാണ്?
കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചത് അന്ന് ബാസൽ മിഷണറിയായി മലബാറിലെത്തിയ മിഷണറി വി നാഗൽ ആ ബാസൽ മിഷണറിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചിട്ട് കുന്നംകുളത്ത് 1896 അന്ന് കൊച്ചി സംസ്ഥാനമാണ് ഉണ്ടായിരുന്നത്, സ്വതന്ത്ര പ്രേക്ഷിത പ്രവർത്തനം ആരംഭിച്ചു. കോയമ്പത്തൂരിലെ ബ്രദർ മിഷണറിയായ ഹാൻലി ബേർഡിലൂടെ നാഗൽ പിന്നീട് ബ്രദറൻ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി എന്നാണ് ചരിത്രം പറയുന്നത്. നാഗലിൻ്റെ ശ്രമഫലമായി 1897 കുന്നംകുളത്ത് ബ്രദറൻ പ്രസ്ഥാനം ഉടലെടുത്തു. അപ്പോൾ കുമ്പനാട്ട് ആരംഭിച്ചു, കുന്നംകുളത്ത് ആരംഭിച്ചു. ഇവരെല്ലാവർക്കും ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ ലഭിച്ച, വേദപുസ്തകം വായിച്ച് ലഭിച്ച പാഠങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെയാണ് ഈ പ്രവർത്തനം ആരംഭിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നാഗൽ സാഹിബിന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ ചരിത്രം വായിച്ചറിയാം. ശിവന് ഓർമ്മയുണ്ടോന്ന് ചോദിച്ചാൽ ആ നിലയിലുള്ള ഓർമ്മയെ എനിക്കുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഓർക്കുമ്പോൾ നമ്മൾ പറയാൻ കഴിയുന്നത് സമയമാം രഥത്തിൽ എന്നുള്ള ഗാനം, അത് ഓർമ്മയുണ്ടല്ലോ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ബ്രദറൻ പ്രസ്ഥാനത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മയിൽ വരുന്ന മറ്റൊരു കാര്യമാണ് വിയോജിത പ്രസ്ഥാനം. മഹാകവി കെ വി സൈമൺ സാറും 1920 ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ്. പക്ഷെ പിന്നീട് കെ വി സൈമൺ സാറും ബ്രദറൻ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെയാണ് അതങ്ങനെ സംഭവിച്ചത്? കെ വി സൈമൺ സാറിൻ്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടായ സഭകളെ അറിയപ്പെട്ടിരുന്നത് വിയോജിത സഭകൾ എന്നായിരുന്നു. വിയോജിത പ്രസ്ഥാനം എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. ആ വിയോജിത പ്രസ്ഥാനം ബ്രദറൻ പ്രസ്ഥാനങ്ങളുമായി സഭകളുമായിട്ട് ലയിക്കുവാൻ തീരുമാനിച്ചു. ബ്രദറൻ പ്രസ്ഥാനത്തിന് അതൊരു വലിയ നേട്ടമായി തീരുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ 3 കൈവഴികളാണ് കേരളത്തിലെ ബ്രദറൻ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുന്നംകുളത്ത് ഉണ്ടായ സഭാ പ്രവർത്തനങ്ങൾ, മധ്യ തിരുവിതാംകൂറിലെ കുമ്പനാട്ടുണ്ടായ പ്രവർത്തനങ്ങൾ, സൈമൺ സാറിൻ്റെ പ്രവർത്തനങ്ങൾ, ഈ 3 വഴിയായിട്ട് വന്ന പ്രവർത്തനങ്ങൾ ഒന്നായി ചേർന്ന് കേരളത്തിലെ വേർപെട്ട സഭകൾ അല്ലെങ്കിൽ ബ്രദറൻ പ്രസ്ഥാനമായിട്ട് ഇന്നും നിലനിൽക്കുന്നു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞുവെങ്കിൽ തന്നെയും അനേകര് കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കാനും സുവിശേഷം അറിയിക്കുവാനും ദൈവം ഉപയോഗിച്ച ഒരു പ്രവർത്തനമായിരുന്നു കേരളത്തിലെ ബ്രദറൻ സഭകൾ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് മിഷണറിമാരായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ദേവദാസന്മാർ കടന്നുപോയി. ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അവർ നിലകൊണ്ടു. YMBA പ്രസ്ഥാനം, ബാലസംഘത്തിൻ്റെ പ്രവർത്തനം, ഇതിനെയൊക്കെ ഓർക്കുമ്പോൾ ചെറിയാൻ സാറിനെ പോലെയുള്ളവരെ നമുക്ക് ഓർക്കാതിരിക്കുവാൻ നിവൃത്തിയില്ല. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഇന്ന് കേരളത്തിൽ, ഇന്ത്യയിൽ, ഭാരതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഈ സഭകൾ പുതിയ നിയമ സഭകൾ രൂപപ്പെട്ട് കർത്താവിൻ്റെ മക്കളായി അനേകര് കടന്നു പോകുവാനും പ്രവർത്തിക്കുവാനും ഇടയായി തീർന്നതോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് കേരളത്തിൽ ആരംഭിച്ച ബ്രദറൻ പ്രസ്ഥാനം ഒരു ചെറിയ സംഭവമല്ല, ദൈവത്തിൻ്റെ പദ്ധതിയുടെ പ്രകാശനമായിരുന്നു എന്നുള്ളതോർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. മഹാകവി കെ വി സൈമൺ, ദൈവം നമുക്ക് നൽകിയ ഒരു വരദാനം എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. കാരണം ദൈവവചനത്തെ ഘോഷിക്കുവാൻ, അതിനുവേണ്ടി നിലകൊള്ളുവാൻ ദൈവജനത്തെ ശക്തീകരിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്ത ഒരു വലിയ ദൈവദാസനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താൻ കർത്താവിൻ്റെ വേല നിമിത്തം അനേകരാൽ ഉപദ്രവിക്കപ്പെടുവാനായിട്ട് സാധ്യത ഉള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയി. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു താർക്കികനായിരുന്നു എന്നുള്ളത് കൊണ്ട് പല ആളുകളും തന്നോട് പല ചോദ്യങ്ങൾ തർക്കശാസ്ത്രപരമായി ചോദിക്കുവാനായിട്ട് ഇടവന്നു. ഒരിക്കൽ ഒരു ഹൈന്ദവ പണ്ഡിതൻ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ഇടവന്നു. അദ്ദേഹം പറഞ്ഞു, കന്യകാ ജനനം എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല, അതുകൊണ്ട് യേശുവിനെ ആ നിലയിൽ വിശേഷിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ എന്നാൽ സൈമൺ സാർ മറുപടി പറഞ്ഞു, ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ പല ജനനങ്ങളും അസ്വാഭാവികമായിട്ടുള്ള ജനനങ്ങളാണ്. അത് വിശ്വസിക്കുന്ന നിങ്ങൾ എങ്ങനെ യേശുക്രിസ്തുവിൻ്റെ കന്യകാ ജനനത്തെ തിരസ്കരിക്കുവാൻ ഇടവരും? ആ സന്യാസിക്ക് പിന്നീട് മറുപടി പറയാനായിട്ട് വാക്കുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ അത് കണ്ട ചില ആളുകൾ സൈമൺ സാറിനെ ഒടുക്കിക്കളയണം എന്ന് ആഗ്രഹിച്ചു. സൈമൺ സാറിന് വിവരം കിട്ടി, ഇവർ ഇങ്ങനെ പതിയിരിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം വളരെ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോയി, ഒന്നും സംഭവിച്ചില്ല. പിറ്റേ ദിവസം തന്നെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചിരുന്ന ആ വ്യക്തി തന്നെ സൈമൺ സാറിൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, സാറിനെ നശിപ്പിച്ച് കളയുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു, എന്നാൽ ദൈവം എങ്ങനെയോ ഞങ്ങളെ തടഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾക്കത് സാധിച്ചില്ല. മറ്റൊരിക്കൽ യഹോവ സാക്ഷികളുമായിട്ടുള്ളൊരു തർക്കമുണ്ടായി. എന്നാൽ വളരെ ദയനീയമായിട്ട് അവർക്ക്
തൃത്വ നിഷേധികളായിട്ടുള്ള അവർക്ക് തക്കതായിട്ടുള്ള മറുപടി കൊടുത്തു. അതുമൂലം അവരിൽ ചില ആളുകൾ സൈമൺ സാറിനെതിരെ നിൽക്കുവാനായിട്ട് വന്നു. വേറൊരിക്കൽ സംഭവിച്ചത് ശിശു സ്നാനത്തിനെതിരെ ഒരു ഖണ്ഡന സമ്മേളനം നടക്കുകയാണ്. അപ്പോൾ വളരെ കൃത്യമായി സൈമൺ സാറിൻ്റെ ആ സന്ദേശത്തിൽ ഈ യഥാർത്ഥത്തിൽ മുഴുകൽ സ്നാനമാണ് അല്ലെങ്കിൽ വിശ്വാസ സ്നാനമാണ് സത്യം എന്നുള്ളത് വളരെ വ്യക്തമായി പഠിപ്പിക്കുവാനിട വന്നു. അവരിൽ ചില ആളുകളും സൈമൺ സാറിനെ ഒടുക്കിക്കളയുവാനായിട്ട് പ്ലാൻ ചെയ്തു. സൈമൺ സാർ അതൊന്നും അറിയാതെ രാത്രിയിൽ തനിയെ യാത്ര ചെയ്യുകയാണ്. എന്നാൽ പെട്ടെന്നൊരു കാറ്റും മഴയും ഉണ്ടായത് മൂലം സൈമൺ സാറിന് ഒരു കടയുടെ തിണ്ണയിൽ കയറി നിൽക്കേണ്ട ആവശ്യം വന്നു. വളരെ മണിക്കൂറുകൾ മഴ പെയ്തു. അപ്പോൾ ഈ കൊല്ലുവാനായിട്ട് ശ്രമിച്ച് കാത്തിരുന്ന ആളുകൾ ചിന്തിച്ചു, സൈമൺ സാർ ഇത് അറിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും മാറിപ്പോയതായിരിക്കാം, ഒളിച്ചിരിക്കുകയായിരിക്കാം എന്ന് വിചാരിച്ച് അവരുടെ പദ്ധതി ഉപേക്ഷിക്കാനിട വന്നു. എന്നാൽ പിന്നീടാണ് സൈമൺ സാർ ആ കാര്യം അറിഞ്ഞത്. ദൈവം ഈ മഴയെ അയച്ച് തൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തിയതിന് പിന്നിൽ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട് എന്ന്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുതി, ആയിരങ്ങൾ എന്നുടെ നേർക്കു വന്നെതിർക്കിലും വീതിയുള്ള പക്ഷങ്ങൾ സാധുവെ മറച്ചിടും. നമുക്ക് ആ ഗാനം ഒന്ന് കേൾക്കാം. വളരെ പ്രശസ്തമായ ഗാനം നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. ആയിരങ്ങളെന്നോടെ നേർക്കു വന്നെതിർക്കിലും വീതിയുള്ള പക്ഷങ്ങൾ സാധുവേ മറച്ചിടും. ഒരു ഗാനമല്ലേ ജിബു? എത്രയോ അനുഭവങ്ങളിലൂടെ എഴുതിയ ഗാനങ്ങളാണ് നാം ഒക്കെ ഏറ്റുപാടുന്നത്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൻ്റെ സഭാചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പാടുന്ന എത്രയോ ഗാനങ്ങൾ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെ ദേവദാസന്മാർ കടന്നുപോയ ചരിത്രത്തിൻ്റെ പശ്ചാത്തലമായിരുന്നു എന്നുള്ളത് ഓർത്ത് നമുക്ക് അതിയായി ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഈ പാട്ടുകൾ പാടി ആസ്വദിക്കുമ്പോൾ കണ്ണുനീർ കണങ്ങൾ വീണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ ശക്തിയുള്ള ആ ചിറകടിയിൽ നമ്മൾ മറഞ്ഞിരിക്കുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ആരംഭിച്ച സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ ദൈവദാസന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മാറുവാനിടയായി തീർന്നു. ഹൈന്ദവ മാർഗത്തിൽ നിന്ന്, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വരുവാൻ കഴിഞ്ഞ അനേകരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള ഒരു ദൈവദാസന്മാർ 2 പേരെന്ന് വന്നിട്ടുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഷാജി ബാനു, അദ്ദേഹം ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനായിരുന്നു. ഒരു പൂജാരിയുടെ, ഒരു മർമാണിയുടെ മകനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ നമ്മോട് 2-3 മിനിറ്റിൽ തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കിടുന്നതായിരിക്കും. എങ്ങനെ താൻ രക്ഷിക്കപ്പെട്ടു, എങ്ങനെ ഈ നസ്രയനായ യേശുവിനെ കണ്ടെത്തി എന്നുള്ളത്. പ്രിയ ഷാജി ബാനു, പ്ലീസ് കം ഫോർവേഡ്. ഓർപ്പിച്ചതുപോലെ 1989 മെയ് മാസം 30-ാം തീയതിയാണ് യേശുക്രിസ്തുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായിട്ട് ഞാൻ സ്വീകരിച്ചത്. അതൊരു മർത്തോമ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ടാണ്.
തുടർന്ന് ദൈവത്തിൻ്റെ വചനം വായിച്ചു. ഞാൻ വേദപുസ്തകം വായിച്ച് യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചപ്പോഴാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ സംബന്ധിച്ചും എൻ്റെ ജീവിതത്തിൻ്റെ സകല നിഗൂഢതകളും ദൈവവചനം എന്ന മനോഹരമായ കണ്ണാടിയിലൂടെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. രാജാതിരാജാവായ അത്യുന്നതനായ ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പിൽ ഞാനൊരു അശുദ്ധനാണെന്നും എൻ്റെ പാപത്തിന് പ്രായശ്ചിത്തമായിട്ടാണ് കാൽവരിയിൽ ദൈവപുത്രൻ മരിച്ചു എന്നുള്ള സത്യം ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. അങ്ങനെയാണ് ഞാൻ കർത്താവിനെ സ്വീകരിച്ചത്. എന്നാൽ വലിയൊരു പ്രശ്നം, വേദപുസ്തകം വായിച്ച് മുന്നോട്ട് പോയപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പത്രോസിൻ്റെ പ്രഥമ പ്രസംഗമാണ്. അതിഗംഭീരമായ പ്രസംഗത്തിൽ അടിസ്ഥാന ഉപദേശങ്ങളെ സംബന്ധിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ വ്യക്തമായ ഒരു ധാരണ എനിക്ക് ലഭ്യമായില്ല. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, വേർപെടണം, അപ്പോസ്തല ഉപദേശം പഠിക്കണം, കൂട്ടായ്മ ആചരിക്കണം, അപ്പം ചുരുക്കണം, പ്രാർത്ഥന കഴിച്ചു പോകണം, ഇങ്ങനെ അടിസ്ഥാന ഉപദേശങ്ങൾ 7 ഈ സംബന്ധിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു സമൂഹം എനിക്ക് അന്ന് വരെ കണ്ടെത്താൻ സാധിച്ചില്ല. ആദരണീയനായ ബഹുമാന്യനായ നിത്യയിലായിരിക്കുന്ന ടീം ദാനിയൽ സാർ അവരുകൾ മുഖാന്തരമാണ് അടിസ്ഥാന ഉപദേശങ്ങളെ സംബന്ധിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയത്. സ്നാനത്തെ സംബന്ധിച്ച് അതിനും എനിക്ക് മനസ്സിലായി. രക്ഷയുടെ ഭദ്രത, മനോഹരമായ ബ്രദറൻ സമൂഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ അഭിമാനിക്കുകയാണ്. കഴിഞ്ഞ 27 വർഷമായി ഈ സമൂഹത്തിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത് ഞാൻ അഭിമാനത്തോടെ ഈ ഇത്രയും മനോഹരമായ സദസ്സിൽ ഞാൻ കർത്താവിനെ ഉയർത്തിക്കൊണ്ട് പ്രസ്താവിക്കുകയാണ്. എന്നാൽ അതിന് ഭൂഗോൽബലമായി തീർന്നത് ബഹുമാനപ്പെട്ട ദാനിയൽ സാർ തന്നെയാണ്. അദ്ദേഹമാണ് ഈ കാര്യം സംബന്ധിച്ച് വ്യക്തമായിട്ട് എനിക്ക് ധാരണ നൽകിയത്. രക്ഷയുടെ ഭദ്രതയെ സംബന്ധിച്ച് വ്യക്തമായിട്ട് അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ വിശ്വാസിയോട് ബന്ധപ്പെട്ട് ഈ ആത്മസ്നാനം, ആത്മമുദ്ര, ആത്മാധിവാസം, ആത്മ അഭിഷേകം, ഈ കാര്യം സംബന്ധിച്ച് ആത്മസ്നാനത്താലാണ് സഭ ഉളവാകുന്നത് എന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട സാർ ആ കാര്യം സംബന്ധിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നു. ഞങ്ങളെ സമൂഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ അനേക സഭകളുമായിട്ട് ബന്ധപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ വേദപുസ്തകത്തോട് നീതി പുലർത്തുന്ന ഒരു ടീച്ചിങ്, അതായത് വേദപുസ്തകമാണ് ഏക അടിസ്ഥാന പ്രമാണമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കായിട്ട് സ്വീകരിക്കുന്ന ഏക ഒരു സമൂഹം ബ്രദറൻ സമൂഹമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഇനി വേറെ കണ്ടേക്കാം, പക്ഷേ എനിക്ക് അന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ബ്രദറൻ സമൂഹമാണ്. അതുകൊണ്ടാണ് ഞാൻ ബ്രദറൻ സമൂഹത്തിലേക്ക് കടന്നു വരുവാനിടയായത്. സ്വതന്ത്രമായിട്ട് കർത്താവിന് വേല ചെയ്യുവാൻ കഴിയുന്ന ഒരു സമൂഹം നമ്മുടെ സമൂഹമാണ്. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു കാര്യം കൂടെ പറയുന്നതിൽ കുഴപ്പമില്ലല്ലോ. എന്നെ സംബന്ധിച്ച് എനിക്ക് വേദോസം പഠിച്ചപ്പോൾ ആരാധനയെ സംബന്ധിച്ച് ഒരു ധാരണ എനിക്കുണ്ടായിട്ടുണ്ട്. മറ്റ് പുസ്തകങ്ങൾ വായിച്ചപ്പോഴും വേദോസം വായിച്ചപ്പോഴും ഒരു ധാരണ ഉണ്ടായി. പക്ഷേ ഈ ശരിയായുള്ള ആരാധന കാണുവാനായിട്ട് അനേക സഭകൾ ഞാൻ സന്ദർശിച്ചു. പക്ഷേ ഞാൻ ആരെയും വിമർശിച്ചുകൊണ്ടല്ല പറയുന്നത്, ശരിയായ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഒരു ആരാധന രീതി അവിടെ ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല. പ്രാർത്ഥനയും അപേക്ഷയും. കാരണം എന്നോട് പിന്നെ സാറ് പഠിപ്പിച്ചത് ആ ആരാധന എന്ന് പറഞ്ഞാൽ നേ ഇല്ല നൂവേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ സഹായിക്കണമേ, രക്ഷിക്കണമേ, വിടുവിക്കണമേ, ബന്ധനഴിക്കണമേ, നേ ഇല്ല. കർത്താവെ സ്തോത്രം ചെയ്യുന്നു, അവിടുന്ന് രക്ഷിച്ചതിനായിട്ട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ആ വിഷയം സംബന്ധിച്ച് എനിക്ക് ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ലോകത്തിൽ അനേക സ്ഥലത്ത് പോയിട്ടും അത് കാണാൻ സാധിച്ചില്ല. ഞാൻ ബ്രദർ സമൂഹത്തിൽ ആദ്യമായിട്ട് ആരാധനയ്ക്ക് പോയപ്പോൾ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. കർത്താവെ, വേദപുസ്തകത്തോട് നീതി പുലർത്തുന്ന ഒരു ആരാധന രീതിയാണ് ഇവർ ഫോളോ ചെയ്യുന്നെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ബ്രദർ സമൂഹത്തിലേക്ക് വന്നത്. അവിടെ ഞാൻ കണ്ടത് ഒരുപക്ഷെ അവിടെ പ്രായമുള്ളവരും ബലഹീനരൊക്കെയാണ്. ഒരുപക്ഷെ ഒരു പാട്ടൊക്കെ ട്യൂണിൽ പാടി കേൾക്കാൻ സാധിച്ചില്ല. പക്ഷേ അവർ പാടിയ പാട്ടുകളൊക്കെ ദൈവത്തെ ആരാധിക്കുന്നതായിരുന്നു. അവർ സ്തോത്രം ചെയ്തത് ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ടായിരുന്നു. ഞാൻ വേദപുസ്തകത്തിൽ കണ്ട ശരിയായ ആരാധനയുടെ ഒരു 100% ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാൽ എൻ്റെ ഹൃദയത്തെ തൃപ്തിപ്പെടുന്ന രീതിയിൽ ഒരു ആരാധന രീതി എനിക്ക് കാണാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഫോളോ ചെയ്യുന്ന, നമ്മൾ ആരാധിക്കുന്ന, നമ്മളൊക്കെ ബലഹീനരാണെങ്കിലും മനോഹരമായ വേദപുസ്തകത്തോട് നീതി പുലർത്തുന്ന ഒരു ആരാധനയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇനി വല്ല ചോദിക്കാനുണ്ടോ സഹോദര? താങ്ക് യു. അത് 3 മിനിറ്റാണ് പറഞ്ഞത്. എൻ്റെ പപ്പ ഒരു കളരി കുടുംബത്തിലാണ് ജനിച്ചത്. കളരി പഠിപ്പിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഒരു മിഷണറി ഒരു വേദപുസ്തകം കൊടുത്തു. അദ്ദേഹം ഒരു മന്ത്രവാദിയായിരുന്നു. ആ വേദപുസ്തകം വായിച്ചാണ് യേശു കർത്താവിനെ ജീവിതത്തിൽ കണ്ടുമുട്ടുവാനിടയായത്. അങ്ങനെ അദ്ദേഹം ഒരു CSI സഭ ഉണ്ടാക്കി. നിർഭാഗ്യവശാൽ എൻ്റെ പിതാവ് ഭാനു, അദ്ദേഹം ഒരു ആശാനായിരുന്നു, ഈ കളരിയൊക്കെ പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഹിന്ദു വിശ്വാസത്തിനെ തുടർന്നു. ഹിന്ദുവായ എൻ്റെ അമ്മയെ, കമലമ്മ എന്ന് പറയും, എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചു. ചില വർഷങ്ങൾ കഴിഞ്ഞ് മർത്തോമേലെ ഒരു ഇവാഞ്ചലിസ്റ്റ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം വന്ന് സുവിശേഷം പറഞ്ഞു. എൻ്റെ മാതാപിതാക്കൾ ചില രക്ഷിക്കപ്പെട്ടു. 2 വർഷം അവിടെ പ്രാർത്ഥന നടത്തി. അങ്ങനെ ഞങ്ങളുടെ കുടുംബ മുഖാന്തരം ഒരു മർത്തോമ സഭ ഉണ്ടാകാനായിട്ടിടയായി. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ബ്രദറൻ ബന്ധത്തിൽ വന്നു. ദൈവകൃപയാൽ ഇന്ന് അവിടെ ഒരു ബ്രദറൻ ചർച്ച ഉണ്ട്. അത്രയും പറയാനേ സമയമുള്ളൂ. താങ്ക് യു.
താങ്ക് യു. നമ്മുടെ കേരളത്തിലെ ബ്രദറൻ പ്രസ്ഥാനത്തിൽ മിഷണറി ആയിട്ട് മറ്റൊരു സംസ്ഥാനത്തേക്ക് ആദ്യമായി കടന്നുപോയത് എം.ഇ. ചെറിയാൻ സാറാണ്. അദ്ദേഹം ഒരു സാറായിരുന്നു, ഒരു അധ്യാപകനായിരുന്നു. എന്നാൽ ആ ജോലിയെല്ലാം വിട്ട് താൻ തമിഴ്നാട്ടിലേക്ക് കടന്നു പോവുകയാണ്. മധുരയിൽ വാണിയാർ തെരുവിൽ ഉള്ള ഒരു കെട്ടിടത്തിൽ അവിടെ താമസിച്ച് സുവിശേഷം പറഞ്ഞ് ആളുകൾ രക്ഷിക്കപ്പെട്ട് അവിടെ ഒരു സഭാ കൂടിയവരുമുണ്ടായി. അവിടെ സഭാ ഹോൾ പണിതു. ആ സഭാ ഹോളിൻ്റെ മുകളിൽ തന്നെ ഒരു ചെറിയ മുറി പണിത് അവിടെയാണ് കുടുംബമായി താമസിച്ചുകൊണ്ടിരുന്നത്. ഞാനിത് പറയുമ്പോൾ നമ്മുടെ വിജു ചെറിയാൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് ആണ് എം ചെറിയാൻ സാറിൻ്റെ മൂത്ത മകൻ. അവരൊക്കെ ആ സ്ഥലത്ത് താമസിച്ചതാണ്. കഴിഞ്ഞ വർഷം ഞാൻ മധുരയിൽ പോയപ്പോൾ ആ സ്ഥലം പോയി കാണുവാനും ഇവിടെ വന്നു. എന്നാൽ ആ ഹോളിൽ അവർ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു പ്രതികൂലം അദ്ദേഹത്തിന് നേരിട്ടു. അവിടെ ഉള്ള ചില ആളുകൾ രഹസ്യമായി ചേർന്നിട്ട് അവരൊരു തീരുമാനമെടുത്തു, ചെറിയാൻ സാർ ഇവിടെ താമസിക്കുന്നത് ശരിയല്ല, അദ്ദേഹം ഇനി ഇവിടെ താമസിക്കേണ്ട, വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചോട്ടെ എന്നൊരു തീരുമാനമെടുത്തിട്ട് ചെറിയാൻ സാറിനോട് പറഞ്ഞു, ചെറിയാൻ സാർ ഇനി ഈ കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങിത്തരണം, ഇനി ഇവിടെ താമസിക്കുവാൻ പാടില്ല. അത് അദ്ദേഹത്തിൻ്റെ വളരെ വിഷമമുണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു. കാരണം താൻ തന്നെ അധ്വാനിച്ച് താൻ തന്നെ ചോര നീരാക്കി പ്രവർത്തിച്ച് മുമ്പോട്ട് കടന്നു വന്ന വിശ്വാസികൾ തനിക്കെതിരെ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. എന്നാൽ താൻ സന്തോഷത്തോടെ ആ കാര്യം ഏറ്റെടുത്തു. ദൈവം നടത്തും എന്നുള്ള നിലയിൽ താൻ അവരുടെ വാക്കുകൾ ഏറ്റെടുത്ത് ആ കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിച്ചു. എന്നാൽ പ്രത്യാശയാൽ അദ്ദേഹം നിറയപ്പെടുവാനിടയായി. ആ സമയത്താണ് നമ്മൾ ഇന്നൊക്കെ ഏറ്റുപാടുന്ന ആ ഗാനം പിറവിയെടുത്തത്. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അദ്ദേഹം എഴുതി, ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ, നടുവാനിൽ ദൂതരുമായി. ആ ഗാനം നമുക്ക് വളരെ വേഗം കേൾക്കാം. യേശുരാജൻ വന്നിടുവാൻ, അധികമേനിയും താളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമേനിയും താളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ, ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ, ഒരു മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ, നടുവാനിൽ ദൂതരുവാൻ, ഒരു മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ, നടുവാനിൽ ദൂതരുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമേനിയും താളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമേനിയും താളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. തന്നിരുതാപത്തിനാൻ മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ, തന്നിരുതാപത്തിനാൻ മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ, തിരുസന്നിധം ചേർത്തുക കൈകളാൽ അവരുടെ കണ്ണുകൾ തുടച്ചിടുവാൻ, തിരുസന്നിധം ചേർത്തുക കൈകളാൽ അവരുടെ കണ്ണുകൾ തുടച്ചിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമേനിയും താളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമേനിയും താളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. ബ്രദറൻ സഭകൾക്ക് സംഘടിതമായിരിക്കുന്ന പ്രവർത്തനങ്ങളോ ഹെഡ്ക്വാർട്ടേഴ്സോ ഇല്ല. സ്ഥലം സഭകൾ സ്വതന്ത്രമാണ്. ഓരോ സഭയിലും
ദൈവദാസന്മാരാൽ ഭരിക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയും ചെയ്യുന്ന ദൈവജനമാണ് ദൈവസഭയുടെ അംഗങ്ങളായിട്ട് തീരുകയും സഭയുടെ ഉൾക്കാഴ്ച ഉൾക്കൊള്ളുവാനിടയാവുകയും ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരത്തേക്ക് പോകുന്ന യാത്രയിൽ നിങ്ങൾ അറിയുന്ന സ്ഥലമായിരിക്കും കിളിമാനൂർ. അവിടെ ഒരൊറ്റ ക്രിസ്തീയ കുടുംബങ്ങളുമില്ലാത്ത ഒരു പ്രദേശം, ഒറ്റി വരണ്ട നീരുറവ പോലും ഇല്ലാത്ത പ്രദേശങ്ങൾ, ആത്മീക ജീവിതത്തിൻ്റെ ഒരു പാഠവും കേൾക്കുവാനും പഠിക്കുവാനും കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു ഒരു മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ജോർജ് സഹോദരൻ കർത്താവിലേക്ക് വന്നത്. ആ ജോർജ് സഹോദരൻ്റെ മകൻ നമ്മുടെ മധ്യത്തിലുണ്ട്, സാംജി ജോർജ്. അദ്ദേഹം നമ്മോട് 2 വാക്ക് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പങ്കിടാൻ ക്ഷണിക്കുന്നു. കടന്നു വരൂ. ജോർജ് എന്നൊരു മുസ്ലിമോ? നിങ്ങൾ ഒരു സംശയം തോന്നിയേക്കാം. എൻ്റെ പപ്പ 22ാമത്തെ വയസ്സിലാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത്. പപ്പ ഒരു മതഭക്തനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ശമുവേൽ എന്നൊരു പാസ്റ്റർ, തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിലെ ശമുവേൽ എന്നൊരു പാസ്റ്റർ പപ്പയോട് പല പ്രാവശ്യം സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തെല്ലാം പപ്പ സുവിശേഷം നിരസിക്കുകയും അദ്ദേഹത്തെ ആക്രമിക്കുവാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നാളുകൾ കുറേ കഴിഞ്ഞപ്പോൾ പപ്പ തൻ്റെ ജീവിതത്തിലൂടെ ചില പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും കടന്നുപോയി. ആ സമയത്ത് ആ പാസ്റ്റർ പറഞ്ഞ വാക്കുകൾ പപ്പയുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും ആ പാസ്റ്ററിനെ അന്വേഷിച്ച് പപ്പ ആറ്റിങ്ങലിൽ പോകാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ആ പാസ്റ്ററിനെ കണ്ടെത്തി അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്, നിങ്ങൾ പറഞ്ഞ യേശുവിന് എന്നെ ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷിക്കുവാൻ സാധിക്കുമോ? അപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞു, താങ്കൾ ഏതവസ്ഥയിലൂടെ കടന്നു പോയിരുന്നാലും യേശു ക്രിസ്തുവിന് താങ്കളെ രക്ഷിക്കുവാൻ, താങ്കളുടെ ജീവിതത്തിൽ സമാധാനം നൽകുവാൻ, സന്തോഷം നൽകുവാൻ സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പപ്പ തൻ്റെ 22ാമത്തെ വയസ്സിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. പപ്പയുടെ യഥാർത്ഥ പേര് മുഹമ്മദ് എന്നായിരുന്നു. അങ്ങനെ പപ്പ ഭവനത്തിലേക്ക് തിരിച്ചു വന്നു. പപ്പ ഒരു ക്രിസ്ത്യാനിയായി തീർന്നു എന്ന് ഭവനത്തിലുള്ളവർ അറിഞ്ഞപ്പോൾ പപ്പയെ ആക്രമിക്കുവാനും പപ്പയെ ഉപദ്രവിക്കുവാനും ശ്രമിച്ചു. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കി പപ്പ പെരുമ്പാവൂരിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ ആ സാഹചര്യത്തിൽ അവിടെ ഒരു മർത്തോമ ചർച്ചിൽ പപ്പയ്ക്ക് അവിടുത്തെ ആ ചർച്ചിലെ ഒരു അച്ഛൻ അഭയം നൽകുകയുണ്ടായി. അങ്ങനെ പപ്പ അവിടെ കുറേ നാളുകൾ കഴിഞ്ഞു. അവിടെ വെച്ചാണ് അവിടെ ഒരുപാട് ജോർജുമാരുണ്ടായിരുന്നു. ആക്ച്വലി പപ്പയുടെ പേര് അവർ ജോർജ് എന്നാക്കി. അവിടെ ഒരുപാട് ജോർജുമാരുണ്ടായിരുന്നു. അങ്ങനെ പപ്പയ്ക്ക് ഒരു ഇനിഷ്യൽ നൽകി PG ജോർജ് എന്നുള്ളത്. അങ്ങനെ പപ്പ അവിടെ കുറച്ച് നാളുകൾ കഴിഞ്ഞു. പപ്പ ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അവിടെ മർത്തോമ സഭയിൽ അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വാസ്തവത്തിൽ വചനവിരുദ്ധമാണെന്ന് പപ്പയ്ക്ക് മനസ്സിലായി. അങ്ങനെ പപ്പ അവിടെ നിന്ന് ചാർത്തന്നൂർ ബാപ്റ്റിസ്റ്റിലേക്ക് കടന്നു വരികയും അവിടെ നിന്നാണ് പപ്പ ബ്രദറൻ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. കഴിഞ്ഞ 40 വർഷക്കാലം പപ്പ ബ്രദറൻ സമൂഹത്തിൽ സുവിശേഷകനായി പ്രവർത്തിച്ചു. 27 വർഷക്കാലം കിളിമാനൂരിലും കർത്താവിൻ്റെ വേല പപ്പ ചെയ്യുകയുണ്ടായി. കിളിമാനൂരിലേക്ക് വരുവാനുള്ള കാരണം പപ്പയുടെ നാട് ആറ്റിങ്ങലിൽ മണനാക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. കിളിമാനൂർ മണനാക്കും തമ്മിൽ ഏതാണ്ട് 15 കിലോമീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ ദേശത്ത് പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പപ്പ കിളിമാനൂരിലേക്ക് കടന്നു വരികയും പപ്പ അവിടെ പ്രവർത്തനം ആരംഭിച്ചു. 1991 അവിടെ കടന്നു വന്ന് പപ്പ പ്രവർത്തനം ആരംഭിച്ചു. 1995 അവിടെ ഒരു സ്ഥലം സഭ രൂപീകരിക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു. ഇന്നുവരെയും അവിടെ ശുശ്രൂഷ വളരെ അനുഗ്രഹമായി നടക്കുകയാണ്. 2018 പപ്പ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. സംജി, ഗോഡ് ബ്ലസ് യു. ആ പ്രിയ ജോർജ് സവറിനെ നാട്ടിൽ അവധിക്ക് ചെന്നപ്പോൾ എനിക്ക് കണ്ടുമുട്ടുവാനും അന്യോന്യം പരിചയപ്പെടുവാനും ഒക്കെ ഇടയായി. നമ്മുടെയൊക്കെ പ്രദേശങ്ങൾ, മധ്യ തിരുവിതാംകൂറിൻ്റെ പല പ്രദേശങ്ങളും ക്രിസ്ത്യാനികൾ കുടിയേറി പാർക്കുന്ന മനോഹര ഗ്രാമങ്ങളാണ്. എന്നാൽ ഈ ആറ്റിങ്ങലിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരു ഊഷര ഭൂമിയാണ്. അവിടെ ഒരു ചെറിയ സ്ഥലം സഭ നമുക്കുള്ളത് കൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ വേളയിൽ വർദ്ധിച്ചു വരുവാൻ നമുക്കിടയായിട്ട് തീരട്ടെ. ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രധാന പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ നാഗൽ സാഹിബിനെ പറ്റി പറയാനിടയായി.
നാഗൽ സാഹിബ് യഥാർത്ഥത്തിൽ ഒരു വികസിത രാജ്യത്ത് ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തി. കർത്താവിൻ്റെ വേലയോടുള്ള സ്നേഹം മൂലം ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ, നമുക്കറിയാം അത്രയും 100 വർഷങ്ങൾക്കൊക്കെ മുമ്പ് കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്, ആ ഒരു പരിമിതമായ അവസ്ഥയിലേക്ക് താൻ കടന്നു വരികയാണ്. എന്നാൽ അന്ന് അദ്ദേഹം ബാസൽ മിഷൻ്റെ പ്രവർത്തകനായിട്ടാണ് വരുന്നത്. ബാസൽ മിഷന് ഒരു മിഷൻ ഓഫീസുണ്ട്, അവിടെ ആവശ്യമായിട്ടുള്ള ശമ്പളം കിട്ടുന്നുണ്ട്, ഭക്ഷണം കിട്ടുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിനൊരു ചിന്ത, എന്നെ വിളിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ഓഫീസ് വർക്ക് ചെയ്യാനായിട്ടാണോ? എന്നെ ഈ ദേശത്തേക്ക് അയച്ചത് ഇവിടെയുള്ള ജനങ്ങളെ സ്നേഹിക്കാനാണ്, സേവിക്കാനാണ്. അതുകൊണ്ട് അദ്ദേഹം ബാസൽ മിഷൻ്റെ ആ ഓഫീസ് വിട്ടിറങ്ങി. ആളുകൾ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് മണ്ടത്തരമാണ്, പുതിയൊരു സ്ഥലം, പുതിയ ഭാഷ, നിങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങൾ അവിടെ പോയാൽ ഒന്നും നടക്കില്ല എന്ന് അദ്ദേഹത്തെ ഭയപ്പെടുത്തി. എന്നാൽ നാഗൽ സാഹിബ് വളരെ വിശ്വാസത്തോടെ ആ ഓഫീസ് വിട്ടിറങ്ങി. അപ്പോൾ അന്നേരം അതുവഴി ഒരു കാളവണ്ടി വന്നു. അതായിരുന്നു അന്ന് ആ കാലഘട്ടത്തിലെ ട്രാൻസ്പോർട്ടേഷൻ. അദ്ദേഹം കാളവണ്ടിക്കാരൻ്റെ അവിടെ ചോദിച്ചു, എന്നെ ഇന്ന സ്ഥലത്ത് എത്തിക്കണമെന്ന് പറഞ്ഞു. ഏത് സ്ഥലമെന്നറിയില്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ 10 രൂപയുണ്ട്, ആ 10 രൂപ കൊണ്ട് എവിടം വരെ പോകാൻ കഴിയുമോ അവിടെ ഇറക്കണമെന്ന് പറഞ്ഞു. കാളവണ്ടിക്കാരൻ സമ്മതിച്ചു. അദ്ദേഹം കാളവണ്ടിയിൽ കയറി. കാളവണ്ടി ഇങ്ങനെ കുറേ മണിക്കൂറുകൾ യാത്ര ചെയ്തു. ഒടുവിൽ കുന്നംകുളം എന്ന സ്ഥലമെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, 10 രൂപയ്ക്കുള്ള യാത്ര കഴിഞ്ഞു, ഇവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അവിടെ ഇറങ്ങി അദ്ദേഹം ചുറ്റും നോക്കി, എങ്ങോട്ട് പോകണമെന്നറിയില്ല. പക്ഷെ പെട്ടെന്നാണ് ഒരു ബോർഡ് ശ്രദ്ധിച്ചത്. പ്രാർത്ഥനാലയം എന്നു പേരുള്ള ഒരു കെട്ടിടം കണ്ടു. അദ്ദേഹം പ്രാർത്ഥനാലയമായതുകൊണ്ട് മുട്ടാൻ പറ്റിയൊരു സ്ഥലമാണ് എന്ന് വെച്ചാൽ അവിടെ പോയി മുട്ടി, വിളിച്ചു. കതക് തുറന്ന വ്യക്തി വളരെ ആകാംക്ഷയോടെയാണ് ഈ സഞ്ചിയും തൂക്കിയിട്ട് നിൽക്കുന്ന സായിപ്പിനെ കണ്ടത്. അപ്പം ഇദ്ദേഹം ആരെയോ പ്രതീക്ഷിച്ച് കതക് തുറന്നതുപോലെയാണ് സായിപ്പിന് തോന്നുന്നത്. അപ്പം സായിപ്പ് ചോദിച്ചു, എന്താണ് എന്നെ കണ്ടിട്ടൊരു അതിശയം തോന്നാത്തത്? അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കർത്താവേ ഞങ്ങളെ വചനം പഠിപ്പിക്കുവാനായിട്ട് അങ്ങയുടെ ഒരു ദാസനെ ഇപ്പോൾ ഇങ്ങോട്ട് അയക്കണം എന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കഥ തുറന്നപ്പോൾ നിങ്ങൾ ബൈബിളും പിടിച്ച് നിൽക്കുന്ന നിങ്ങളെയാണ് കാണുന്നത്. അപ്പോൾ ദൈവം അയച്ചതാണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് കയറി വരൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത്. പിന്നീട് ഹാൻലി ബേർഡുമായി പരിചയപ്പെടാനും ബ്രദറൻ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തീരുവാനും ഒക്കെ അദ്ദേഹത്തിനിടയായത്. എന്തുകൊണ്ടാണ് ഇത്ര സുഖ സൗകര്യങ്ങൾ വിട്ട് ഈ ഏറ്റവും താണാവസ്ഥയിലേക്ക് വരാൻ താൻ കാരണമായത്? അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചിന്ത, എനിക്ക് യേശുവിനെ പോലെ ആകണം, യേശുവിൻ്റെ താഴ്മ ധരിക്കണം. അദ്ദേഹം എഴുതി, യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവെ പോലെ ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ആ ഗാനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കുന്നേ എന്നാ നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ,
ചരിത്രത്തെക്കുറിച്ചാണ് ഇപ്പോൾ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രദറൻ സഭാ വിഭാഗത്തിൽപ്പെട്ട ദൈവദാസന്മാരുടെ ഗാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ബ്രദറൻ പ്രസ്ഥാനത്തിന് ഇത്രമാത്രം പ്രത്യേകത? നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്ന ഈ പ്രവർത്തനത്തിന്, ഈ ശുശ്രൂഷയുടെ പിന്നിൽ ജനത്തെ ആകർഷിച്ചത് ഏതൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുന്ന നന്നായിരിക്കും. വേദപണ്ഡിതനും നിരവധി ബൈബിൾ സ്കൂളുകൾ അധ്യാപകനുമായിരിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ വർഗീസ് കുര്യൻ അവറുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ച് 2 മിനിറ്റ് നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. മണിക്കൂറുകൾ നീണ്ട പ്രഭാഷണം നടത്താൻ പ്രാപ്തിയുള്ള ദൈവദാസനാണ് അദ്ദേഹം എന്നെങ്കിലും അറിയാം. അത് 2 മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളത് കൊണ്ട് ആ വലിയ ശുശ്രൂഷ അദ്ദേഹത്തിൻ്റെ പക്കലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. വർഗീസ് കുര്യൻ. ഇപ്പോൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഈ ബ്രദറൻ സവിശേഷതകൾ, ബ്രദറൻ ഡിസ്റ്റിങ്റ്റീവ്സ് എന്ന് പറയും. റോമാലേഖനം 6-ാം അധ്യായത്തിൽ ഫോം ഓഫ് ഡോക്ട്രിൻ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നാം മുറുകെ പിടിക്കുന്നുണ്ട്. ഒരു സവിശേഷത എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് അല്പം വ്യത്യാസം ഉണ്ടെന്നുള്ളതല്ല. ദൈവവചനം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മറ്റാരും പഠിപ്പിക്കാത്തതും നാം അംഗീകരിക്കുന്നതുമായ ഉപദേശ സത്യങ്ങളെയാണ് ബ്രദറൻ ഡിസ്റ്റിങ്റ്റീവ്സ്, ബ്രദറൻ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഒന്ന്, വേദപുസ്തകം മാത്രം ദൈവവചനം. അതിനോട് ചേർത്ത് പാരമ്പര്യങ്ങളോ പിതാക്കന്മാരുടെ എഴുത്തുകളോ അതാ സമയത്ത് ലഭിക്കുന്നു എന്ന് പറയുന്ന വെളിപ്പാടുകളോ നാം അംഗീകരിക്കുന്നില്ല. വേദപുസ്തകം ആദ്യം മുതൽ അവസാനം വരെ വെർബലി പ്ലീനറി ഇൻസ്പയർഡാണ്. ഇത് ദൈവനിശ്വസ്തമാണ്. രണ്ടാമത്തെ സവിശേഷത വിശ്വാസികളുടെ പൗരോഹിത്യം. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും പുരോഹിതരാണ്. പട്ടക്കാരും ഐമേനികളും എന്ന 2 വ്യത്യാസം ദൈവവചനം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ദൈവത്തെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവരുടെയും വിശ്വാസികളുടെ പൗരോഹിത്യം രണ്ടാമത്തേത്. മൂന്നാമത്തേത് സഭയുടെ സ്വഭാവം. സഭയ്ക്ക്, പ്രാദേശിക സഭകൾക്ക് പ്രധാനമായി 3 സ്വഭാവങ്ങളുണ്ട്. 1 ഇൻഡിപെൻഡൻസി, 2 ഇൻ്റർ ഡിപ്പെൻഡൻസി, 3 യൂണിവേഴ്സാലിറ്റി. ഓരോ സ്ഥലം സഭയും അതിൽ തന്നെ സ്വതന്ത്രമാണ്. അപ്പോൾ തന്നെ പ്രാദേശികമായ സഭകൾ തമ്മിലുള്ള സജീവവും ദൃഢതരവുമായ ഒരാത്മീക ബന്ധം ഉണ്ടായിരിക്കും. അതേ സമയത്ത് ഇതേ സമാന സ്വഭാവമുള്ള ലോകത്തിൽ ഏതെല്ലാം സഭകളുണ്ടോ ആ സഭകളെല്ലാമായി ഒരാത്മീക ബന്ധം പുലർത്താനും ഇടയാകുന്നുണ്ട്. അത് മൂന്നാമത്തേത്. നാലാമത്തെ സവിശേഷത സ്ഥലം സഭയുടെ പരമാധികാരം. ഒരു സഭയുടെ മേൽക്കോയ്മ നടത്താൻ മറ്റൊരു സഭയ്ക്കോ ഒരാൾക്കോ ഒരു പ്രസ്ഥാനത്തിനോ കഴിയുകയില്ല. സ്ഥലം സഭകൾ മൂപ്പന്മാരാൽ പരിപാലിക്കപ്പെടുന്നു, മൂപ്പന്മാരാൽ ഭരിക്കപ്പെടുന്നു. ഒരു മൂപ്പൻ വചനപ്രകാരം ശരിയല്ല. പല സഭകൾക്ക് ഒരു മൂപ്പൻ വചനപ്രകാരം ശരിയല്ല. ഓരോ സ്ഥലം സഭയ്ക്കും അതിൽ തന്നെ ഒന്നിലധികം മൂപ്പന്മാരുടെ പരിപാലനം അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരും. അടുത്ത സവിശേഷത വിശ്വാസികൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളുടെ ശരിയായ വിനിയോഗം. ഏത് വിശ്വാസിക്കും അവരവർക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ സ്ഥലം സഭയിലോ വെളിയിലോ ഉപയോഗിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നുള്ളത് മറ്റൊരു സവിശേഷത. അടുത്ത സവിശേഷത സഹോദരിമാരുടെ ശുശ്രൂഷകളാണ്. സഹോദരിമാർ ഒരു നിശബ്ദ ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ അല്ല. സഹോദരിമാർക്ക് ധാരാളം കൃപാവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് സഭയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഇടയിലെ ശുശ്രൂഷകൾ, സഹോദരിമാരുടെ ഇടയിലെ ശുശ്രൂഷകൾ, ഇവ സഹോദരിമാർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ്. എന്നാൽ പുരുഷന്മാരിരിക്കുന്ന സദസ്സിൽ ഉപദേശിക്കുവാനോ പഠിപ്പിക്കുവാനോ അവരെ അനുവദിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ശുശ്രൂഷ സഹോദരിമാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അടുത്ത സവിശേഷത ശമ്പളമില്ലാതെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന, വിശ്വാസത്താൽ മാത്രം സുവിശേഷ വേല ചെയ്യുന്ന ദൈവദാസന്മാർ, അത് വേദപുസ്തകം പഠിപ്പിക്കുന്ന അടുത്ത സവിശേഷതയാണ്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ബ്രദറൻ സഭകൾ പിന്തുടരുന്നത്. നാം അത് മുറുകെ പിടിക്കുന്നു. അതിൽ മായം ചേർക്കാനും വെള്ളം ചേർക്കാനും നാം അനുവദിക്കുകയില്ല. അത് നമ്മുടെ സവിശേഷതയാണ്, നമ്മുടേതല്ല. പുതിയ നിയമം പഠിപ്പിക്കുന്ന അനുഗ്രഹീതമായ സത്യങ്ങളാണ്. താങ്ക് യു സാർ, താങ്ക് യു. അത് 2 മിനിറ്റ് കൊണ്ട് തന്നെ അവസാനിപ്പിച്ചു. ക്യാപ്സ്യൂൾ കണക്കെ അതേ ആ വിഷയം അവതരിപ്പിക്കാൻ കർത്താവിൻ്റെ ദാസന് കൊടുത്ത കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ സവിശേഷത ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. നമ്മുടെ പിതാക്കന്മാർ പലരും വളരെ കഷ്ടതകളിലൂടെയാണ് കർത്താവിനെ സേവിക്കുവാനായിട്ട് ഇടവന്നത്. ചിലർക്ക് ഭവനങ്ങളിൽ നിന്നും പുറത്തു പോകുവാൻ, ആ നിലയിൽ ഉപേക്ഷിക്കപ്പെട്ടവരായി തീരുവാൻ ഇടവന്നെങ്കിൽ മറ്റു ചിലർ രോഗങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നു. കർത്താവിൻ്റെ ദാസൻ പൗലോസ് തുടിയൻ എന്ന് പറയുന്ന ദൈവദാസൻ തൻ്റെ ചെറുപ്പം മുതൽ തന്നെ സോറിയാസിസ് എന്നുള്ളൊരു രോഗത്താൽ ഭാരപ്പെട്ടിരുന്നു. അദ്ദേഹം അങ്ങനെ ശരീരമൊക്കെയും തൊലിയൊക്കെയും ഇളകി വരുന്ന തരത്തിലുള്ള ആ ഒരു കഠിന രോഗത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ
തൻ്റെ മനസ്സിൽ എപ്പോഴും കർത്താവിൻ്റെ വേല ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ബൈബിൾ സ്കൂളിൽ പഠിക്കുവാനായിട്ട് പോയി. ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പല ക്ലാസ്സുകളിലും അദ്ദേഹത്തിന് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. കാരണം ശരീരം വ്രണങ്ങൾ നിറയുന്നു, തൊലി പൊളിഞ്ഞു പോകുന്നു, പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെ ക്ലാസ്സുകൾ നടക്കുമ്പോൾ ഒരു മുറിയിൽ ഒറ്റപ്പെട്ട് അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു വേദന അദ്ദേഹത്തിന് ഉണ്ടാകുവാനിട വന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പ്രത്യാശ വന്നു, ഒരിക്കൽ കർത്താവ് വരുമ്പോൾ ഇതെല്ലാം മാറും, എൻ്റെ അഴിഞ്ഞു പോകുന്ന ഈ ത്വക്ക് അത് പുതുതായി തീരും, അഴിയാത്ത മഹത്വത്തിൽ ഞാൻ തേജസ്സിൽ വാഴും. ആ ഗാനം അദ്ദേഹം എഴുതി. വരുമൊരു നാൾ പ്രാണപ്രിയൻ. ആ ഗാനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വരുമൊരു നാൾ പ്രാണപ്രിയൻ ദുരിതങ്ങളകിലവും തീർത്തിടുവാൻ. വരുമൊരു നാൾ പ്രാണപ്രിയൻ ദുരിതങ്ങളകിലവും തീർത്തിടുവാൻ. വരുമൊരു നാൾ കാഹളം മുഴങ്ങും, മരിച്ചോരുയർക്കും, മരണവും മാറി ഞാൻ ജീവനിൽ വാഴും. കാഹളം മുഴങ്ങും, മരിച്ചോരുയർക്കും, മരണവും മാറി ഞാൻ ജീവനിൽ വാഴും. അഴിയുമെൻ ദേഹം പുഴുതിന്നാലും, അഴിയുമെൻ ദേഹം പുഴുതിന്നാലും, അഴിയാ മഹത്വത്തിൻ തേജസ്സിൽ വാഴും. അഴിയാ മഹത്വത്തിൻ തേജസ്സിൽ വാഴും. വരുമൊരു നാൾ പ്രാണപ്രിയൻ ദുരിതങ്ങളകിലം തീർത്തിടുവാൻ. വരുമൊരു കഥാവനദാസൻ വർഗീസ് കുര്യൻ ഇപ്പോൾ പറയുകയുണ്ടായി, പ്രധാന പ്രസ്ഥാനത്തിന് മാത്രം ഉള്ള സവിശേഷതകൾ. നമുക്കറിയാം, അത് തിരുവചനത്തിൻ്റെ സത്യങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭ പാലിച്ചു പോകുന്ന അതേ സത്യങ്ങളിലേക്കുള്ളൊരു മടങ്ങിപ്പോക്കായിരുന്നു ആ പ്രത്യേകത എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് സ്ഥലം സഭകൾ സ്വതന്ത്രമാണ് എന്നുള്ളത്. അപ്പോൾ സ്വതന്ത്രമായ സ്ഥലം സഭ, മൂപ്പന്മാരാൽ ഭരിക്കപ്പെടുന്ന സ്ഥലം സഭ വളരെ നല്ല ഒരു പുതിയ നിയമ മാതൃക നമുക്ക് പിന്തുടർന്ന് പോരുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിനിടയിൽ കർത്താവനദാസൻ തോമസൻ ബി തോമസിനോടൊരു ചോദ്യം. നമുക്കറിയാം, 1-ാം നൂറ്റാണ്ടിൽ സ്ഥലം സഭകൾ സ്വതന്ത്രമായിരുന്നു. കൊരിന്തിലെ സഭ, എഫെസോസിലെ സഭ, ഫിലിപ്പിയിലെ സഭ എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ സഭകളിൽ ഒരു പ്രശ്നമുണ്ടായാൽ അവിടെ മൂപ്പന്മാർ ആ കാര്യത്തിൽ പ്രാർത്ഥിക്കുകയും അതുപോലെ അത് പരിഹരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ചില പ്രശ്നങ്ങൾ അവർക്ക് പരിഹരിക്കാൻ വരാതെ വന്നപ്പോൾ അന്ന് അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. അവർ ആ അപ്പോസ്തലന്മാരുടെ ഉപദേശം ചോദിക്കുകയും ആ നിലയിൽ അവർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ നമുക്ക് സ്ഥലം സഭകൾ സ്വതന്ത്രമാണ്. എന്നാൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ആരോട് ചോദിക്കും എന്ന് നമുക്കറിയാം. അപ്പോസ്തലന്മാർ അന്ന് അപ്പോസ്തലന്മാർ എന്നുള്ള ആ ഒരു പ്രത്യേക വിഭാഗം അന്ന് മാത്രമായി ദൈവം നൽകിയ ദാനമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെ സ്ഥലം സഭകളിൽ ഒരു പ്രശ്നമുണ്ടായി, ആ സ്ഥലം സഭയ്ക്കുള്ളിൽ അത് പരിഹരിക്കപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ വിശ്വാസികൾ അതിനോടുള്ള ബന്ധത്തിൽ ആരോട് ചോദിക്കും, എങ്ങനെ പരിഹരിക്കും? സ്ഥലം സഭകളുടെ സ്വാതന്ത്ര്യം എന്നുള്ള ആ ഉപദേശം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഉപദേശമാണ്. മാത്രമല്ല, നാം മാത്രമാണ്, ആ ബ്രദറൻ സഭകൾ എന്നറിയപ്പെടുന്ന കൂട്ടങ്ങൾ മാത്രമാണ് അത് വേണ്ടുവേണം കാക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് എന്നുള്ളത് നാം ഓർക്കണം. സ്വന്തമാണെന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന മറ്റു കൂട്ടങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുമ്പോൾ അതെല്ലാം ചേർന്നൊരു കുട അതിൻ്റെ മുകളിൽ പിന്നീട് രൂപപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ 200 വർഷമായിട്ടും അങ്ങനെ ഒരു കുട രൂപപ്പെടാതെ തുടരുന്ന ഏക കൂട്ടം ഈ ബ്രദറൻ എന്നറിയപ്പെടുന്ന ഈ സഭകളാണ്. അതിൻ്റെ ഭാഗമാകുന്നതിൽ നാം ഓർത്തതുപോലെ നമുക്ക് അഭിമാനമുണ്ടായിരിക്കണം. ഇപ്പോൾ ജിബു ഓർപ്പിച്ച പ്രശ്നമെന്ന് പറയുന്നത്, സ്ഥലം സഭയിലൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് അവിടെ പരിഹരിക്കുവാൻ ഇടയാകുന്നില്ലെങ്കിൽ എന്താണ് പോംവഴി എന്നുള്ളതാണ്. നാം സാധാരണ 1 കൊരിന്ത്യർ സ്ഥലം സഭകളുടെ ചാർട്ടർ ഫോർ ദി ലോക്കൽ അസംബ്ലീസ് എന്ന് വിളിക്കാറുണ്ട്. സ്ഥലം സഭയുടെ സ്വാതന്ത്ര്യം ഏത് രംഗങ്ങളിലൊക്കെ ആയിരിക്കണമെന്നുള്ളത് അതിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്.
6-ാം അധ്യായം നാം വായിക്കുമ്പോൾ ഇപ്പം നാം കേട്ട രീതിയിലുള്ളൊരു പ്രശ്നം അവിടെ നാം കാണുന്നു. 2 സഹോദരന്മാർ തമ്മിലുള്ളൊരു പ്രശ്നം. അവർ പറയുന്നു, ഇവിടെ പരിഹരിക്കാൻ നമുക്കൊക്കുന്നില്ല, നമുക്ക് വല്ല കോർട്ടിലും പോയി പരിഹരിക്കാം. ഒരുത്തൻ്റെ കോളറിൽ പിടിച്ച്, കോളർ നിന്നും അവിടെ പറഞ്ഞിട്ടില്ല, വെളിയിൽ കൊണ്ടുപോയി കാര്യങ്ങൾ പരിഹരിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് നാം കാണുന്നുണ്ട്. അപ്പോൾ പൗലോസ് ചോദിക്കുന്ന ചോദ്യം 5-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു നാം കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രശ്നം, ഭൗമിക കാര്യങ്ങളിലുള്ള ഒരു പ്രശ്നം നിങ്ങൾക്ക് തീർക്കുവാൻ നിങ്ങളുടെ ഇടയിൽ ജ്ഞാനമുള്ള ഒരുത്തനുമില്ലയോ എന്ന് ചോദിക്കുന്നത് നാം കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഓരോ സ്ഥലം സഭയിലും ആ സഭയിലെ പ്രശ്നം തീർക്കുവാൻ ആളുകൾ ഉണ്ടായിരിക്കണം, അവിടെ ഉണ്ടായിരിക്കും, അവിടെ അതിന് അധ്വാനിക്കുന്നവരുണ്ടായിരിക്കണം. ആ സഭാ ഭരണക്രമത്തിലുള്ള ആ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സെൽഫ് സഫിഷ്യൻസി മാത്രമല്ല, 15-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ സഭയുടെ സുവിശേഷീകരണം, പ്രവർത്തനം, നിങ്ങൾ കർത്താവിൻ്റെ വേല വർദ്ധിച്ചു വരുന്നവരാകണം എന്നുള്ള പ്രയോഗം നാം കാണുന്നുണ്ട്. ആ രംഗത്തും ഈ സ്വയം പര്യാപ്തത ഉണ്ടായിരിക്കണം. സാധാരണ നാം സഭ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഭരണം മാത്രമേ ഓർക്കാറുള്ളൂ. മാത്രമല്ല, എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നാം ചിലപ്പോൾ അർത്ഥം കൊടുക്കാറുണ്ട്. അതൊന്നുമല്ല. അതുപോലെ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ വരുമ്പോൾ ആ ധനം ശേഖരിക്കുന്ന കാര്യം ഉണ്ടാകാതെ നിങ്ങൾ തന്നെ അത് ചെയ്യണം. അപ്പോൾ സ്വയമായിട്ടുള്ള ആ സെൽഫ് സപ്പോർട്ടിങ്ങും ആയിരിക്കണം ലോക്കൽ അസംബ്ലി. സെൽഫ് ഗവേണിങ്, സെൽഫ് പ്രൊപ്പഗേറ്റിംഗ് ആൻഡ് സെൽഫ് സപ്പോർട്ടിങ്. ഈ 3 അടങ്ങുന്നതാണ് ഈ സഭയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സഭകളും അതിനുള്ള ആ സ്വയം പര്യാപ്തത ഉണ്ടാകേണ്ടതേറെ ആവശ്യമാണ്. ചിലപ്പോൾ ജീവ പറഞ്ഞതുപോലെ ഒരു പ്രശ്നം വന്നാൽ അതിനുള്ളിൽ പരിഹരിക്കുവാൻ കഴിയാത്ത ഒന്നായി തീരാവാൻ ഇടയാകാം. പറഞ്ഞതുപോലെ നമുക്ക് അപ്പോസ്തലന്മാരും ഒന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാം? മറ്റാരോടെങ്കിലും, പുറത്തുള്ള ആരോടെങ്കിലും ആ സഹായത്തിനായിട്ട് ശ്രമിക്കാമോ? ഒന്ന് ഓർപ്പിക്കട്ടെ, അടുത്തുള്ള സഭകളിൽ പ്രാപ്തരായിട്ടുള്ളവർക്ക് സഹായിക്കാം, എന്നാൽ സ്ഥലം സഭയിൽ കയറി ഭരിക്കുവാൻ അവർക്ക് അനുവാദമില്ല. അഭിപ്രായങ്ങൾ ചോദിക്കാം, പുറത്തുനിന്നും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യാം, എന്നാൽ ആ പറയുന്നത് അവരുടെ പ്രാപ്തി ഈ സഭയെ ശാക്തീകരിക്കുവാനായിട്ട് അത് ഉതകുന്നത് മാത്രമായിരിക്കണം. അതിനപ്പുറത്തേക്ക് അത് പോകുന്നതായിരിക്കരുത്. തീരുമാനങ്ങൾ സഭയുടേതായിരിക്കണം, സഭാ നേതൃത്വത്തിൻ്റെതായിരിക്കണം. അതല്ല എങ്കിൽ സഭാ സ്വാതന്ത്ര്യത്തിന് അതപ്പുറത്തേക്ക് പോകുന്നതാണ്. സഭാ സ്വാതന്ത്ര്യം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് സഭയുടെ മേലുള്ള, സ്ഥലം സഭകളുടെ മേലുള്ള ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ ഉടമസ്ഥതയാണ്. ഒരു സംഗതിക്ക് 2 ഉടമസ്ഥത അസാധ്യം. ദൈവത്തിൻ്റെതെങ്കിൽ അത് മറ്റാരുടേതുമല്ല. അതിൽ അടിസ്ഥാനപ്പെട്ടതാണിവ. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് ആ കാര്യം വ്യക്തമാക്കിയതിന്. നമ്മുടെ സമയം അല്പം മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കും. അതുവരെ നമ്മളെല്ലാവരും ക്ഷമയോടെ ആയിരിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ടി കെ ശമുവേൽ സാർ നമ്മുടെ ക്രൈസ്തവ ഗാനശാഖയ്ക്ക് ദൈവം നൽകിയ വലിയൊരു ദാനമാണ്. അക്ഷരങ്ങൾ കൊണ്ട് അനായാസമായി അമ്മാനമാടുന്ന, പ്രാസഭംഗിയുള്ള ഗാനങ്ങൾ രചിക്കുന്ന, ആശയസമ്പുഷ്ടമായ ഗാനങ്ങൾ രചിക്കുന്ന ഒരു ഗാനരചയിതാവാണ് അദ്ദേഹം. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു, ഒരു ചിത്രകലാ അധ്യാപകനായിരുന്നു. എന്നാൽ അതേസമയം തന്നെ അദ്ദേഹം നല്ലൊരു കർഷകനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ റബ്ബർ തോട്ടം അദ്ദേഹം ഒന്ന് റീപ്ലാന്റ് ചെയ്തു. അപ്പോൾ ഇടവിളയായിട്ട് അദ്ദേഹം വാഴയും ചേമ്പും ഒക്കെ നടുവാനായിട്ട് ഇടവന്നു. അപ്പോൾ ഈ കൃഷിയോട് താല്പര്യമുള്ളവർക്കറിയാം, ഇതിങ്ങനെ വളർന്നു വരുന്ന കാണുമ്പോൾ വളരെ സന്തോഷമാണ്. ഇതിങ്ങനെ വളർന്ന് വാഴയൊക്കെ കൊലച്ച് നിൽക്കുന്ന കാണുമ്പോൾ വളരെ സന്തോഷമാണ്. അപ്പോൾ എല്ലാ ദിവസവും അദ്ദേഹം രാവിലെ തന്നെ ഈ കൃഷിത്തോട്ടത്തിലേക്ക് ഇറങ്ങി വരും. ഇറങ്ങി വന്ന് ഇത് വിളഞ്ഞു നിൽക്കുന്ന ഫലങ്ങളൊക്കെ കാണും. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള പരിചരണങ്ങൾ നൽകണം. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരിക്കൽ 2 ദൈവദാസന്മാർ വന്നിട്ട് പറഞ്ഞു, സാറ് ഞങ്ങളുടെ സ്ഥലത്ത് കൺവെൻഷന് പ്രസംഗിക്കാനായിട്ട് വരണം. അപ്പോൾ സാറ് ചിന്തിച്ചപ്പോൾ ഞാൻ അതിന് പോയാൽ പിറ്റേ ദിവസം രാവിലെ എനിക്ക് വരാനായിട്ട് കഴിയില്ല, അപ്പോൾ എൻ്റെ കൃഷിയെ നോക്കാനായിട്ട് കഴിയില്ല. അത് സാറ് പറഞ്ഞു, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് വരാനായിട്ട് കഴിയില്ല. അങ്ങനെ അവർ നിരാശരായി മടങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെയും അദ്ദേഹം ഈ കൃഷി കാണാനായിട്ട് വന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയൊരു കുറ്റബോധം വന്നു. കർത്താവേ, അങ്ങയുടെ വേലയെ അതിനോട് നോ പറഞ്ഞിട്ടാണല്ലോ ഞാൻ എൻ്റെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത്. അങ്ങയേക്കാൾ സ്നേഹിക്കുന്നൊരു കാര്യമായി എൻ്റെ കൃഷി തീർന്നുവോ എന്നുള്ള വലിയൊരു കുറ്റബോധം അദ്ദേഹത്തിന് ഉണ്ടായി. അദ്ദേഹം ഇങ്ങനെ എഴുതി, നിന്നേക്കാൾ സ്നേഹിപ്പാൻ എന്നുടെ ആയുസ്സിൽ ഒന്നും ഉണ്ടാകില്ലേ കർത്താവേ. തൻ്റെ ഒരു
ഒരു അനുതാപ ഗാനമായിരുന്നു അത്. പിന്നീട് താൻ ഒരിക്കലും ആ നിലയിൽ കർത്താവിനേക്കാൾ ഏറെ തൻ്റെ അധ്യാപക വൃത്തിയെയോ തൻ്റെ കൃഷിയെയോ സ്നേഹിക്കുവാൻ ഇടവന്നില്ല. ആ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. നിന്നേക്കാൾ സ്നേഹിപ്പാൻ എന്നുടെ ആയുസ്സിൽ ഒന്നുമുണ്ടാകല്ലേ കർത്താവേ. വന്ദിപ്പാൻ വാഴ്ത്തുവാൻ പാടുവാൻ ഘോഷിപ്പാൻ എന്നും നിന്നെ മതി കർത്താവേ. വന്ദിപ്പാൻ വാഴ്ത്തുവാൻ പാടുവാൻ ഘോഷിപ്പാൻ എന്നും നിന്നെ മതി കർത്താവേ. എന്നെയും ഓർത്തുതി കിന്നനായി കാൽവരി കുന്നിലെ ക്രൂശിലൻ കർത്താവേ. മണ്ണിലെ മോഹങ്ങൾ ഒന്നുമൻ കണ്ണിനു മുന്നിലുയരല്ലേ കർത്താവേ. മണ്ണിലെ മോഹങ്ങൾ ഒന്നുമൻ കണ്ണിനു മുന്നിലുയരല്ലേ കർത്താവേ. നമ്മൾ ഇപ്പോൾ 200 വർഷത്തെ ചരിത്രമൊക്കെ പറഞ്ഞു, കേരളത്തിലൊക്കെ കാര്യം വന്നു. നമ്മളൊക്കെ ഇപ്പോൾ അമേരിക്കയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ സഭകളുടെ തുടക്കം, അല്ലെങ്കിൽ ഈ ഇന്ത്യൻ ബ്രദറൻ എന്ന് പറയുന്ന ഒരു കൂട്ടം ഇവിടെ ഉണ്ടാകാൻ കാരണം എന്താണ്? എന്നേക്കാൾ നന്നായിട്ട് ഉത്തരം പറയാൻ കഴിവുള്ള പലരും ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ധാരണപ്പെശകുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും കുടിയേറി പാർത്തവരാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ ഓരോരുത്തരും. നമ്മളും ഒരു കാലത്ത് ജീവിതത്തിൻ്റെ പാരാബ്ദങ്ങളുമായിട്ട് മല്ലടിച്ച പ്രിയപ്പെട്ടവർ അമേരിക്കയിൽ എത്തിച്ചേർന്ന അനുഭവങ്ങൾ, അതിൻ്റെ പാഠങ്ങളും എത്രയോ വലുതാണ് എന്നുള്ളത് ഓർക്കാൻ കഴിയും. ആദ്യകാലങ്ങളിൽ വന്നവർക്ക് അനുഭവിച്ച ദുരിതങ്ങളൊന്നും ഇന്നത്തെ തലമുറകൾ പുതുതായിട്ട് കടന്നു വരുന്നവർക്ക് അറിയാൻ കഴിയില്ല. അന്ന് വീടുകളില്ലായിരുന്നു, അപ്പാർട്ട്മെൻറ്റിലും ബേസ്മെൻറ്റിലും ഒക്കെ താമസിച്ച് ബേബി സിറ്റിങ്ങിന് വല്ലവരുടെയും കയ്യിൽ കുട്ടികളെ കൊണ്ട് കൊടുത്തിട്ട് ജോലിക്ക് പോയ അനുഭവങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന പലർക്കും പറയുവാനുള്ളത്. ആ അനുഭവങ്ങളൊക്കെ കണ്ണുനീരോടുകൂടി മാത്രമേ ഓർക്കുവാൻ കഴിയുള്ളൂ. അങ്ങനെയല്ലേ? ഒന്ന് ഉറച്ച് പറഞ്ഞേ. യെസ്, അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇവിടെ എത്തിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി, ദൈവത്തിൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1973 ന്യൂയോർക്കിൽ ആരംഭിച്ച ഇന്ത്യൻ ബ്രദറൻ അസംബ്ലി, ആ അസംബ്ലി ആയിട്ടൊന്നും രൂപം കൊണ്ടില്ല, ഒരു പ്രാർത്ഥന കൂടിവരവ് ആയിരുന്നു തുടക്കം എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മളൊക്കെ പിൽക്കാലത്ത് പിന്നീട് വന്നവരാണ്. അങ്ങനെ 1973 ആരംഭിച്ച ന്യൂയോർക്കിൽ ആരംഭിച്ചു. അതിനുശേഷം ഡാളസിലും ഹ്യൂസ്റ്റണിലും ആ സമാനമായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ആരംഭിച്ച സ്ഥലം സഭകളാണ് ഈ സംസ്ഥാനത്തുള്ളത്. ഇവിടെ ഇരിക്കുന്ന തലനരച്ച പ്രിയപ്പെട്ട ചായന്മാർക്കും സഹോദരിമാർക്കും അമ്മാമാർക്കും ഒക്കെ ആ കാര്യങ്ങൾ അറിയാമെന്ന് ഞാൻ കരുതുകയാണ്. ന്യൂയോർക്കിലെ ആദ്യത്തെ സമ്മേളനത്തിൽ ഒരു പ്രാർത്ഥനാ കൂടിവരിൽ പങ്കെടുത്ത ജോർജ് മാത്യു, നോട്ട് ജോർജ് തോമസ് അല്ലേ, സണ്ണിച്ചാൻ്റെ ഒഫീഷ്യൽ നെയിം എന്താ? ജോർജ് മാത്യൂസ്. ഒന്ന് എഴുന്നേക്കാമോ ജോർജ് മാത്യൂസ്? ഒന്ന് എഴുന്നേക്ക്. ആദ്യത്തെ പ്രാർത്ഥന കൂടിവരൽ ഉണ്ടായിരുന്ന ഒരു ദേവദാസനും ദേവദാസിയുമാണ്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കും. മറ്റാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെ ഡാളസ്, ഹ്യൂസ്റ്റൺ, ഷിക്കാഗോ, അറ്റ്ലാന്റ, ന്യൂജേഴ്സി, ഫിലഡൽഫിയ, ഒക്ലഹോമ, ഫ്ലോറിഡ, ഡിട്രോയിറ്റ്, വാഷിങ്ടൺ DC, മറ്റേതെങ്കിലും സിറ്റികൾ ഞാൻ വിട്ടുപോകുന്നെങ്കിൽ ക്ഷമിക്കണം. അമേരിക്കയിലെ ഈ പ്രദേശങ്ങളിലൊക്കെ സ്ഥലം സഭകൾ ഉണ്ടാകുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ കാനഡയിലും ടൊറാൻഡോയും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ, വാൻകൂവർ, കാൽഗറി എന്നീ പ്രദേശങ്ങളിലും സ്ഥലം സഭകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി അനേകർ കടന്നു വരുന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ കുടിയേറ്റത്തിൻ്റെ മറ്റൊരു കഥ നമുക്ക് പറയാൻ കഴിയുന്നത്. വരുന്ന ഇടങ്ങളിലൊക്കെ സഭകൾ സ്ഥാപിച്ചും ആത്മീയ പ്രവർത്തനങ്ങൾ കണ്ടും നമ്മുടെ കുട്ടികളെ കർത്താവിൻ്റെ പാതയിൽ നടത്തണം എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടി
തലമുറകളുടെ ഗ്യാപ്പ് ഉണ്ടാകാതിരിക്കാനും വേണ്ടി ഈ സഭകൾക്ക് സാധിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അന്ന് നമ്മുടെ സ്ഥലം സഭകൾ രൂപം കൊടുത്ത് കർത്താവിനെ നമ്മളെ നടത്തിയ അനേക ദൈവദാസന്മാർ ഡാളസിലും ഹ്യൂസ്റ്റണിലും ഒക്ലഹോമയിലും ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലുമുള്ള അനേക പ്രിയപ്പെട്ടവർ ഈ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് മാറ്റപ്പെട്ടു. അവരുടെ സേവനങ്ങളെയും ശുശ്രൂഷകളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അവർ കാണിച്ച മാതൃക നമുക്ക് പിന്തുടരുവാൻ ദൈവം സാഹചര്യങ്ങളെ തന്നത്, നമ്മളെ നടത്തിയവരെ നമുക്ക് ഓർക്കാതിരിക്കുവാൻ നിവർത്തിയില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ 1-2 മണിക്കൂറുകൾ ഇവിടെ ഈ ഹാളിൽ ഇങ്ങനെ ചെലവഴിക്കുകയായിരുന്നു. ബ്രദറൻ ഹിസ്റ്ററി, ബ്രദറൻ സഭകളുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പങ്കിടുകയായിരുന്നു. എങ്ങനെ തോന്നുന്നു ജിബു? വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും മുഖം കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അത് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞങ്ങൾ കരുതുകയാണ്. കർത്താവ് അതിൽ കൂടെ മഹത്വപ്പെടുവാനിടയാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു പാട്ടിൻ്റെ ഈരടികൾ പാടി ഇവിടെ നമ്മൾ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ ഞാൻ ജിബുവിനോട് പറഞ്ഞു, എനിക്ക് ഓർമ്മ വരുന്നത് കേരളത്തിലെ ഒരു മഹാകവികളിൽ ഒരാളായിരുന്ന വള്ളത്തോൾ നാരായണ മേനോൻ. നിങ്ങളൊക്കെ പലരും കേട്ടിട്ടുണ്ടായിരിക്കും, പഠിച്ചിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ കവിതകൾ ഒരു വിപ്ലവഗാനം ഇവിടെ അദ്ദേഹം പാടുകയുണ്ടായി. അത് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയൊന്നും കൊണ്ടല്ല, രാഷ്ട്രത്തോടും സംസ്ഥാനത്തോടുമുള്ള ദേശഭക്തി ഗാനമാണ് അദ്ദേഹം പാടിയത്. എന്തിനു വേണ്ടിയാണ് ഞാനത് പാടുന്നതെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകും. അദ്ദേഹം പറഞ്ഞു, ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. എത്രയോ ശക്തമായിരിക്കുന്ന ഒരു ആശയമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ കർത്താവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ രക്തം തിളയ്ക്കുവാൻ ദൈവം ഇടയായി തീരട്ടെ. എന്തുകൊണ്ട് ഈ നല്ല കർത്താവിനെ നാഥൻ്റെ പിന്നിൽ അണിനിരക്കുവാൻ ഇടയായി തീർന്നു? എത്രയെത്ര നന്മകൾ, എത്രയെത്ര അനുഭവങ്ങൾ, ജീവിതത്തിൻ്റെ നെടുവീർപ്പുകൾ നിറഞ്ഞ യാത്രാവേളകളിൽ കർത്താവിൻ്റെ കൃപകൾ അനുഭവിക്കുവാൻ നമുക്ക് ദൈവം ഇടയാക്കിയല്ലോ. അതുകൊണ്ട് നമ്മുടെ ശബ്ദം, നമ്മുടെ തിളയ്ക്കുന്ന ചോര ഈ കർത്താവിന് വേണ്ടി മാറ്റിവെക്കുവാൻ ഇടയായി തീരട്ടെ. കാരണം അവൻ തൻ്റെ ചങ്കിലെ ചോരയാ നമ്മെ വീണ്ടെടുത്തു. നാം ദൈവമക്കളായി തീർന്നിരിക്കുകയാണ്. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ പാടിയ ഗായക സംഘത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാടുക പാടുക തുടർന്നും പാടുക, ജയ ജയ ഗീതങ്ങൾ എന്ന് പാട്ടുകാരനോട് ചേർന്ന് നമുക്ക് പാടുവാൻ ദൈവം നമ്മെ ഇടയാകട്ടെ. ചെറിയാൻ സാർ എഴുതിയ ഒരു പാട്ടിൻ്റെ ഈരടികൾ പാടി, യഹോവ ദൈവമാം വിശുദ്ധ ജാതിയാം എന്ന പാട്ടുകൾ പാടി നമുക്ക് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം. നിരനിരയായി അണിനിരക്കുവിൻ കുരിശിന്റെ പടയാളികൾ എന്ന പാനം പാടുവി. അവർ പാടുമ്പോൾ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പി സാങ്കുട്ടിച്ചാൻ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ വൈകിട്ടത്തെ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കും. പി സാങ്കുട്ടിച്ചാനോട് മുൻപോട്ട് വരണം. ഇവർ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു ആൾ. അവനവകാശമാം ജനം പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? അവത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആകയാൽ പാരിടം ആകയിലാകിലും നാം ഇനി ഭയപ്പെടുകയില്ല. ആകയാൽ പാരിടം ആകയിലാകിലും നാം ഇനി ഭയപ്പെടുകയില്ല. അവനീ തലത്തിൽ അപമാനം നമുക്ക് അവകാശമെന്നോർത്തിടണം. അവനീ തലത്തിൽ അപമാനം നമുക്ക് അവകാശമെന്നോർത്തിടണം. അവനായി കക്ഷരായി അനന്തയുഗം പാണിടുന്ന, അവനായി കക്ഷരായി അനന്തയുഗം പാണിടുന്ന, നിര നിര നിരയായി അണിനിരന്ന
ജാതിനാം അവനവകാശമാം ജനം നാം പരദേശികൾ നാം ഭാഗ്യശാലികൾ ഇതുപോലൊരു ജാതിയുണ്ടോ പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവേ, ഞങ്ങൾ അവിടുത്തെ വന്ദിക്കുന്നു, വാഴ്ത്തുന്നു. സർവകൃപാലുവായ ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് പാതാളത്തെ ജയിച്ചു, മരണത്തെ തോൽപ്പിച്ചു, സാത്താനെ തോൽപ്പിച്ചു. ജയളിയ കർത്താവ് ശിഷ്യന്മാരോട് കൽപ്പിച്ച കൽപ്പന ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങൾ ലോകമെമ്പാടും പോയി സകല സൃഷ്ടിയോടും എൻ്റെ സുവിശേഷം അറിയിക്കണം. ശത്രുക്കളെ ഭയന്ന് മാളികവരെ ഒളിച്ച് പാർത്തിരുന്ന അവിടുത്തെ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ചിട്ട് തങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ കർത്താവിൻ്റെ ആജ്ഞ അനുസരിച്ച് ലോകമെമ്പാടും കർത്താവിന് വേണ്ടി യാത്ര ചെയ്തു. അവർ കരയിലും കടലിലും കൂടെ യാത്ര ചെയ്തു. അനേക രാജ്യങ്ങളിൽ പോയി. ആഫ്രിക്കയിലും ഏഷ്യയിലും അറേബ്യയിലും യൂറോപ്പിലും ഇന്ത്യയിലും അവർ വന്നെത്തി. കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. അനേകായിരങ്ങളെ നേടുവാൻ കർത്താവ് സഹായിച്ചു. സ്ഥലം സഭകൾ സ്ഥാപിക്കപ്പെട്ടു. ഞങ്ങൾ ആ ദൈവദാസന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, AD 300 കാലഘട്ടം വരെ ദൈവാത്മാ നിശ്വസ്തരായി ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് സഭകൾ സ്ഥാപിക്കപ്പെട്ട ദൈവത്തെ ആരാധിച്ച ജനം സാവധാനത്തിൽ ഉപദേശ സത്യങ്ങൾ വിട്ട്, നിർമ്മല സത്യങ്ങൾ വിട്ടിട്ട് പലതരത്തിലുള്ള ഉപദേശ പിശകളിൽ കടന്നുപോയായിട്ട് ഞങ്ങൾ അറിയുന്നു. ഇരുണ്ട കാലഘട്ടത്തിലൂടെ സഭ കടന്നുപോയി. എങ്കിലും കർത്താവ് ഒരു ശേഷിപ്പിനെ അവിടെ ശേഷിപ്പിച്ചു. ഞങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളിന്ന് ഓർത്തതുപോലെ AD 1800 ആരംഭഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ ചില ചെറുപ്പക്കാർ കർത്താവിന് വേണ്ടി എഴുന്നേൽപ്പാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്തു. 4 യുവാക്കന്മാർ കൂടി വന്ന് കർത്താവിനെ ആരാധിച്ചു. വചനത്തിലെ കൽപ്പന അവർ അനുസരിച്ചു. അതിൻ്റെ മാറ്റൊലി ഭൂഖണ്ഡങ്ങളിൽ ഒക്കെയും എത്തിച്ചേർന്നു. ഞങ്ങളുടെ ഇന്ത്യയിലും കൊച്ചു കേരളത്തിൽ എത്തുവാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ 200 വർഷങ്ങളിലായി കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ശക്തിയോടെ ഘോഷിക്കപ്പെടുന്നു. ഞങ്ങൾ ഓർത്തതുപോലെ ദൈവജനത്തിൻ്റെ പൂർണ്ണ നിശ്ചയത്തോടുകൂടി അനുസരണത്തോടുകൂടി നിൽപ്പാൻ കൊടുത്ത കൃപയ്ക്കായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. അനേക സ്ഥലങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം പൂർണ്ണ അംഗീകരിച്ചുകൊണ്ട് അവിടുത്തെ വാക്കനുസരിച്ചുകൊണ്ട് ജീവിപ്പാൻ കൊടുത്ത കൃപയ്ക്കായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവ് കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ കാലഘട്ടം മുതൽ ദൈവജനങ്ങൾ കർത്താവിൻ്റെ ദാസന്മാർ ഏറ്റവും ഭയങ്കരമായി പീഡിപ്പിക്കപ്പെട്ടു. അപ്പോസ്തലന്മാർ ഉൾപ്പെടെയുള്ള അനേകർ കൊല്ലപ്പെട്ടു. ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇക്വഡോറിലും അങ്കോളയിലും ആഫ്രിക്കയിലും അഫ്ഗാനിസ്ഥാനിലും ചൈനയിലും വടക്കൻ കൊറിയയിലും ഇന്ത്യയിൽ പോലും കർത്താവ് അനേകർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഗ്രഹാൻ ഷെയ്ൻസിനെ ഞങ്ങൾ ഓർക്കുന്നു, അവരുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. കർത്താവ് അതുപോലെ എത്രയോ പേർ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ പോലും മാറ്റപ്പെട്ടു. എന്നാൽ ഇന്നും കർത്താവിൻ്റെ നാമം അഭംഗുരം ഘോഷിക്കപ്പെടുന്നു. അതിനെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഒന്നുചേർന്ന് അവിടുത്തെ പുകഴ്ത്തി ആരാധിച്ചു, മഹത്വപ്പെടുത്തി. ദാസന്മാരെഴുതിയ മനോഹരമായ പാട്ടുകളോട് ഞങ്ങൾ അവിടുത്തെ മഹത്വപ്പെടുത്തി. കർത്താവെ, അവിടുത്തെ വരവോളം ഇത് തുടരുവാൻ തക്കൊണ്ട് അവിടെ സഹായിക്കണമേ. ഈ ഫിബ മിനിസ്ട്രിക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരോടത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മാർഗങ്ങളിലൂടെ വിവിധ ഭാഗാന്തരങ്ങളിൽ കൂടെ കർത്താവിനെ ഘോഷിക്കുന്ന, കർത്താവിൻ്റെ മഹത്വം സുവിശേഷം പ്രസംഗിക്കുന്ന അനേകരുണ്ട്. അവർക്കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം. ഈ പ്രത്യാശയുണ്ട്. കർത്താവ് വേഗം വരും. ഞങ്ങളുടെ ദുഃഖവും സങ്കടവും കണ്ണുനീരും ഒക്കെ മാറും. ഞങ്ങളുടെ മുഖാമുഖം കൊണ്ട് ആരാധിക്കും. ആ പ്രത്യേക ജീവിപ്പാൻ തങ്ങളെ സഹായിക്കണമേ. ഇന്ന് കടന്നു എല്ലാവർക്കും തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ നാമം ഞങ്ങൾ മഹത്വപ്പെടാൻ തക്കണം ഇടയാക്കുന്ന തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ നാമം ധാരാളം ഘോഷിപ്പിക്കാൻ തക്കണം തുറന്ന് ഞങ്ങളെ സഹായിക്കണമേ. മഹത്വം അവിടെ നിരട്ടണമെന്ന് യേശുക്കളെ അപേക്ഷിക്കണം. സ്വർഗ്ഗപിതാവാൻ ദൈവമേ, ആമേൻ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും
നാം എല്ലാവരും കൂടി ഇന്ന് ഒന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.